Good afternoon. This is Akshaya. I had an All India rank of 2627 in the year 2020, and now I'm doing third year MBBS in AIIMS Nagpur. Today we'll be continuing with the part of the chapter Microbes in Human Welfare. ഫസ്റ്റ് ഞാൻ ഇന്നലെ എന്തൊക്കെയാണ് എടുത്തതെന്ന് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കിടക്കാണ്. നമ്മൾ മൈക്രോബ്സ് ആർ ബോത്ത് എ ഫ്രണ്ട് ആൻഡ് എ ഫോ എന്ന് പഠിച്ചു. അതായത് അതിന് അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. ആൻഡ് നമ്മൾ NCERT-യില് ഡയഗ്രാംസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞു, അതിന്റെ മാർക്കിങ്സ് പഠിക്കണം എന്ന് പറഞ്ഞു. ആൻഡ് ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് മൈക്രോബ്സ് ഹൗസ് ഹോൾഡ് പ്രോഡക്ട്സിൽ എങ്ങനെയൊക്കെയാണ് യൂട്ടിലൈസബിൾ ആയിട്ടുള്ളത്. ആൻഡ് അതിന്റെ എക്സാമ്പിൾ കണ്ടു. ആൻഡ് എക്സാമ്പിളിനോട് കൂടി എന്ത് പഠിക്കണം, അതിന് ഓരോ കേർഡോ ചീസോ എന്താന്ന് വെച്ചാൽ ഉണ്ടാക്കുന്നതിന്, ദോശ ഇഡ്ലി ബാറ്ററോ എന്താന്ന് വെച്ചാൽ ഉണ്ടാക്കുന്നതിന് റെസ്പെക്റ്റീവ്ലി നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്, ഏതാണ്, ബാക്ടീരിയ ആണോ ഫംഗസ് ആണോ എന്നും പഠിക്കണം. ആൻഡ് അതിന്റെ എക്സാമ്പിളും പഠിക്കണം. ആൻഡ് അത് കഴിഞ്ഞ് നമ്മൾ കണ്ടു മൈക്രോബ്സ് ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സ് ഉണ്ടാക്കാൻ നമ്മൾ എങ്ങനെയൊക്കെയാണ് ഇൻഡസ്ട്രീസിൽ യൂസ് ചെയ്യുക. അതില് നമ്മൾ രണ്ട് എക്സാമ്പിൾ ആണ് കണ്ടത്, ആൽക്കഹോൾ ആൻഡ് ആന്റിബയോട്ടിക്സ്. അതിന് ആൽക്കഹോളിനെ രണ്ട് തരത്തിൽ പഠിച്ചു, ടൈപ്സ് ഓഫ് ആൽക്കഹോൾ, ഡിസ്റ്റിൽഡ് ആൻഡ് നോൺ ഡിസ്റ്റിൽഡ്, അതിന്റെ എക്സാമ്പിൾ ആൻഡ് അതിന്റെ മാക്സിമം ആൽക്കഹോൾ കണ്ടന്റ് അലോങ് വിത്ത് ആൽക്കഹോൾ കണ്ടന്റ് ഇൻ ഡിഫറെന്റ് ആൽക്കഹോൾ ടൈപ്സ്, അത്രയൊക്കെ പഠിച്ചു. ആൻഡ് അത് കഴിഞ്ഞ് നമ്മൾ ആന്റിബയോട്ടിക്സിനെ കുറിച്ച്, അതിന്റെ ഡിസ്കവറി എങ്ങനെയായിരുന്നു, അതൊരു ചാൻസ് ഡിസ്കവറി ആയിരുന്നു. ആൻഡ് അതിന് ആർക്കൊക്കെ എപ്പോഴാണ് നൊബേൽ പ്രൈസ് കിട്ടിയതെന്നൊക്കെ കണ്ടു. അത് നമ്മൾ പഠിച്ചു. നമ്മൾ ഈ മൈക്രോബ്സിനെ കെമിക്കൽസ് ഉണ്ടാക്കാനും എൻസൈംസ് ഉണ്ടാക്കാനും ബാക്കിയുള്ള ചില ബയോ ആക്റ്റീവ് മോളിക്യൂൾസ് ഉണ്ടാക്കാനും എങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്യുന്നതെന്ന്. കെമിക്കൽസ് അതായത് ഓർഗാനിക് ആസിഡ്സ് ഉണ്ടാക്കാൻ പല 4 ബാക്ടീരിയ നമ്മൾ പഠിച്ചു. 4 ബാക്ടീരിയയിൽ 4 മൈക്രോബ്, അതിൽ 3 ബാക്ടീരിയ ആൻഡ് 1 ഫംഗസ്. ആസ്പെർഗില്ലസ് നൈഗർ ഫോർ സിട്രിക് ആസിഡ് ആൻഡ് ഗ്ലൂക്കോണിക് ആസിഡ്, അസിഡോബാക്ടീരിയം അസറ്റൈൽ, ക്ലോസ്ട്രീഡിയം ബ്യൂട്ടൈലിക്കം ആൻഡ് ലാക്ടോബാസിലസ്. ഇത്രയും പഠിച്ചു. എൻസൈംസ് ലൈപ്പേസ്, അമൈഡേസ്, പ്രോട്ടീസ് ആൻഡ് പെക്റ്റിനേസിന്റെ എക്സാമ്പിൾസ് പഠിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് മെഡിസിനൽ ആയിട്ടുള്ള യൂസസ്, സൈക്ലോസ്പോറിൻ ആസ് എൻ ഇമ്മ്യൂണോസപ്രസീവ് ഏജന്റ് ഏത് പേഷ്യൻസിൽ, ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന പേഷ്യൻസിൽ. ആൻഡ് അത് ഏതിൽ നിന്നാണ് പ്രൊഡ്യൂസ്ഡ് ആവുന്നത്, ഒരു ഫംഗസിൽ നിന്നാണ്, നെയിംഡ് ട്രൈക്കോഡെർമ പോളിസ്പോറം. അത് കഴിഞ്ഞ് നമ്മൾ സ്റ്റാറ്റിൻസ് produced from yeast ആയ മൊണാസ്കസ് പെർപ്യൂരിയസ് ആൻഡ് അതിന്റെ യൂസ് ബ്ലഡ് കൊളസ്ട്രോൾ ലോവറിംഗ് ഏജന്റ്സ്. ഈ ബയോ ആക്റ്റീവ് മോളിക്യൂൾസിന്റെ എക്സാമ്പിൾസ് മുമ്പ് പ്രീവിയസ് ഇയറിൽ മാത്സ് ദ ഫോളോയിങ് ചോദിച്ചിരുന്നു. സൈക്ലോസ്പോറിൻ ഏതിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്, അതെന്താണ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് കൂടുതലാണ്. ആൻഡ് അതാണ് നമ്മൾ ഏറ്റവും മെയിൻ ടോപ്പിക്കായ മൈക്രോബ്സ് ഇൻ സീവേജ് ട്രീറ്റ്മെന്റ്. സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റിൽ എന്താണ് സീവേജ് നമ്മൾ ആദ്യം പഠിച്ചു. എന്താണ്, it contains major item എന്താണ്, large amounts of organic matter and microbes, many of which are pathogenic. And ഈ വേസ്റ്റ് വാട്ടർ ഇത്രയും പാത്തജനിക് കോമ്പണന്റ് ഉള്ളത് കൊണ്ട് നമുക്ക് ഡയറക്ട്ലി ഡിസ്ചാർജ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിന് മുമ്പ് അതിനെ ലെസ് പൊല്യൂട്ടിംഗ് ആക്കാൻ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ്സിനെ കൂടി നമ്മൾ പാസ് ചെയ്യേണ്ടതുണ്ട്. ആൻഡ് അതിന്റെ ഹോൾ പ്രോസസ്, മെയിൻലി പ്രൈമറി ട്രീറ്റ്മെന്റ് which removes the physical particles, which is a mode of physical removal. And the second item is secondary treatment, which is a biological treatment using microbes. And last, tertiary treatment, which is a physicochemical process. ഇത്രയും പഠിച്ചു. ആൻഡ് പ്രൈമറി ട്രീറ്റ്മെന്റ് എന്ത് കണ്ടു, ഫിസിക്കൽ റിമൂവൽ ആണ്, അത് സീക്വൻഷ്യൽ ഫിൽട്രേഷൻ for removal of floating debris. And secondly, sedimentation to remove the grit, which is the soil particles and pebbles. സെറ്റിലായ സാധനങ്ങൾ സെഡിമെന്റേഷൻ വഴി റിമൂവ് ചെയ്തു. ആൻഡ് അതിൽ നമ്മൾ സെക്കൻഡറി ട്രീറ്റ്മെന്റ് കൊണ്ടുപോകുന്നത് എന്താണ് എന്നുള്ളത് എന്താണ്, നമുക്കറിയാം. സെറ്റിലാവുന്ന സാധനങ്ങൾ, സെഡിമെന്റേഷൻ വഴി സെറ്റിലാവുന്ന സാധനങ്ങൾ നമ്മൾ പ്രൈമറി സ്ലഡ്ജ് എന്ന് വിളിച്ചു. ആൻഡ് ഇതിന്റെ സൂപ്പർ നേറ്റന്റ് പാർട്ട്, അതായത് എഫ്ലുവന്റിനെയാണ് നമ്മൾ ടേക്കൺ ഫോർ സെക്കൻഡറി ട്രീറ്റ്മെന്റ്. സെക്കൻഡറി ട്രീറ്റ്മെന്റിൽ എന്ത് സംഭവിക്കും, ലാർജ് എയറേഷൻ ടാങ്ക്സിലേക്ക് കൂടി കടത്തിവിടും. അവിടെ ഏത് പ്രോസസ് നടക്കും, മെക്കാനിക്കൽ അജിറ്റേഷൻ ആൻഡ് പമ്പിംഗ് ഓഫ് എയർ ഇൻ ടു ഇറ്റ്. അതുകൊണ്ടാണ് അതിന് എയറേഷൻ ടാങ്ക്സ് എന്ന് വിളിക്കുന്നത്. ആൻഡ് ഈ മെക്കാനിക്കൽ അജിറ്റേഷനും പമ്പിംഗ് ഓഫ് എയറും വഴി എന്തുണ്ടായി, നമുക്ക് ഫ്ലോക്സ് ഉണ്ടാക്കാൻ സാധിച്ചു. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരാൻ പോകുന്നത്, ഈ ഫ്ലോക്സ് എന്താണ്, അതായത് മാസസ് ഓഫ് എയറോബിക് മൈക്രോബ് പ്രത്യേകിച്ച് എഴുതിയിട്ടുണ്ട്. പക്ഷെ ഈ ഫ്ലോക്സില് മാസസ് ഓഫ് ബാക്ടീരിയ എന്നാണ് ഡെഫിനിഷനിൽ പറയുന്നത്. ആൻഡ് ദിസ് ബാക്ടീരിയന്റെ ഫ്ലോ മാസസ് അസോസിയേറ്റഡ് വിത്ത് അവിടെ ഫംഗൽ ഫിലമെന്റ്സ് ആണ് കുറച്ചുകൂടി ഇമ്പോർട്ടന്റ്. ഫംഗൽ ഫിലമെന്റ്സ് ടു ഫോം മെഷ് ലൈക്ക് സ്ട്രക്ചേഴ്സ്.
ആൻഡ് അടുത്ത് നമ്മൾ ടേം പഠിച്ചത് BOD അഥവാ ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് പഠിച്ചു. അതായത് ഗ്രേറ്റർ ദി BOD മോർ ഇസ് ഇറ്റ്സ് പൊല്യൂട്ടിംഗ് പൊട്ടൻഷ്യൽ. കാരണം BOD ഡയറക്ട്ലി മെഷർ ചെയ്യുന്നത് ദ amount of oxygen which is consumed. എന്തിന്? ഇഫ് ഓൾ ദ ഓർഗാനിക് മാറ്റർ ഇൻ 1 liter of water ബാക്ടീരിയനെ കൊണ്ട് ഓക്സിഡൈസ് ചെയ്താൽ വേണ്ട amount of oxygen which is indirectly a measure of organic matter present in water. അതുകൊണ്ട് തന്നെ അതിനെന്ത് വിളിച്ചു? ഗ്രേറ്റർ ദി BOD മോർ ഇസ് ഇറ്റ്സ് പൊല്യൂട്ടിംഗ് പൊട്ടൻഷ്യൽ. ആൻഡ് ഇത് കഴിഞ്ഞ് BOD നമ്മൾ സിഗ്നിഫിക്കന്റ് റെഡ്യൂസ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തി. ഇനി എന്ത് ചെയ്യും? നമ്മൾ ഈ ബാക്ടീരിയൽ ഫ്ലോക്സിനെ സെഡിമെന്റ് ചെയ്യാൻ അലൗ ചെയ്യും. ആൻഡ് സെഡിമെന്റ് ചെയ്ത് ആ സെഡിമെന്റിനെ നമ്മൾ എന്ത് വിളിച്ചു? സെഡിമെന്റ് ചെയ്ത സാധനത്തിനെ നമ്മൾ ആക്ടിവേറ്റഡ് സ്ലഡ്ജ് എന്ന് വിളിച്ചു. ആക്ടിവേറ്റഡ് സ്ലഡ്ജ്. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? സെഡിമെന്റ് ആയതിന് നമുക്ക് ഇനിയുള്ള ആവശ്യം എന്ന് പറഞ്ഞാൽ അതിലെ പാത്തജനിക് ആയ അനേറോബിക് ആയ ഓർഗാനിസത്തിനെ എന്ത് ചെയ്യണം? നമ്മൾ ഡൈജസ്റ്റ് ചെയ്യണം. അപ്പോ അതിനെ ആക്ടിവേറ്റഡ് സ്ലഡ്ജിനെ നമ്മൾ മേജർ ആയിട്ട് 2 പാർട്ടാക്കി. എന്തൊക്കെ പാർട്ട്? ഒന്ന് സ്മോൾ ഇനോക്കുലം വിച്ച് ഇസ് അഗെയിൻ യൂട്ടിലൈസ്ഡ് ഫോർ ഈ എയറേഷൻ ടാങ്ക്സിനെ നമ്മൾ ഫ്ലോക്സ് ഉണ്ടാക്കാൻ വേണ്ടി. ഇനി മേജർ ലാർജ് പാർട്ട് നമ്മൾ അനേറോബിക് സ്ലഡ്ജ് ഡൈജസ്റ്റേഴ്സിലേക്ക് ഇട്ടു. ആൻഡ് നമ്മൾ എന്ത് ചെയ്തു? ബാക്കിയുള്ള അനേറോബിക് പാത്തജനിക് ഓർഗാനിസത്തിനൊക്കെ റിമൂവ് ചെയ്തു അല്ലെങ്കിൽ ഡൈജസ്റ്റ് ചെയ്തു. ആൻഡ് ഈ പ്രോസസ് ഓഫ് ഡൈജഷന്റെ നമുക്ക് എന്തും കൂടി ഉണ്ടാക്കാനുള്ള സാധ്യത കണ്ടു. നമുക്ക് ബയോഗ്യാസും കൂടി വിച്ച് ക്യാൻ ബി യൂസ്ഡ് ആസ് എ സോഴ്സ് ഓഫ് എനർജി ആസ് ഇറ്റ് ഇസ് ഇൻഫ്ലേമബിൾ. ബയോഗ്യാസ് കത്തിച്ച് ഒരു സോഴ്സ് ഓഫ് എനർജി ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി നമുക്ക് കിട്ടി. ഇനി ഇത്രയും പറഞ്ഞ് നമ്മൾ മൈക്രോബ്സിനെ യൂസ് ചെയ്തു. എന്തിന്? ടു ട്രീറ്റ് മില്യൺസ് ഓഫ് ഗാലൻസ് ഓഫ് വേസ്റ്റ് വാട്ടർ. അതായത് വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റിന് നമ്മൾ മൈക്രോബ്സിനെ യൂസ് ചെയ്യുന്ന ഈ മെത്തഡോളജി നമ്മൾ കുറെ ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത്രയും കാലമായിട്ടും ഇത്രയും ഇംപ്രൂവ്മെന്റ്സ് ആൻഡ് പോസിബിലിറ്റീസ് വന്നിട്ടും നമുക്ക് ഒരു മാൻമെയ്ഡ് ടെക്നോളജിയും ഈ മൈക്രോബിയൽ ട്രീറ്റ്മെന്റ് ഓഫ് സീവേജിനെ നമുക്ക് ബെറ്റർ ആയിട്ട് പറയാൻ പറ്റുന്നില്ല, കടത്തി വെട്ടാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം? മൈക്രോബ്സിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ആൻഡ് ഇതിനോടുകൂടെ തന്നെ മാൻമെയ്ഡ് ഓരോ പ്രോഗ്രഷൻ നടക്കുന്നതിന്റെ കൂടെ അർബനൈസേഷൻ കൂടി നടന്നപ്പോ നമുക്കറിയാം സീവേജ് ആൻഡ് വേസ്റ്റ് വാട്ടർ കുറച്ചും കൂടി അധികം ആയിട്ട് ഉണ്ടാവാൻ തുടങ്ങി. സീവേജസ് ബീങ് പ്രൊഡ്യൂസ്ഡ് ഇൻ മച്ച് ലാർജർ ക്വാണ്ടിറ്റീസ്. ആൻഡ് പക്ഷെ നമുക്കറിയാം ഇതിനനുസരിച്ച് വേസ്റ്റ് കൂടുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ സീവേജ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് ട്രീറ്റ്മെന്റ് പ്ലാന്റ്സ് കൂട്ടാൻ പറ്റില്ല. അത് ഇമ്പോസിബിൾ ആയിട്ടൊരു കാര്യമല്ല. അപ്പോ എന്ത് സംഭവിച്ചു? ഇത്രയും അർബനൈസേഷൻ നടക്കുമ്പോൾ ഓഫൻ എന്ത് സംഭവിക്കുന്നു? കുറെ സ്ഥലത്ത് ഈ ട്രീറ്റ്മെന്റ് പ്ലാന്റ്സിലേക്ക് എത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലത്ത് ഇവിടെ എന്ത് ചെയ്തു? അൺട്രീറ്റഡ് സീവേജ് നമ്മൾ ഡയറക്ട്ലി റിവേഴ്സിലേക്കൊക്കെ ഇട്ട് നമുക്ക് കുറെ പൊല്യൂഷനും വാട്ടർ ബോൺ ഡിസീസസും കാണാൻ സാധിച്ചു. ആൻഡ് അടുത്തത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള MCQ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് എന്ത്? ദ മിനിസ്ട്രി ഓഫ് എൻവയൺമെന്റ് ആൻഡ് ഫോറസ്റ്റ്. ഏത് മിനിസ്ട്രി? എൻവയൺമെന്റും ഫോറസ്റ്റിന്റെ മിനിസ്ട്രി എന്ത് ഇനീഷ്യേറ്റ് ചെയ്തു? 2 പ്ലാൻസ് ഇനീഷ്യേറ്റ് ചെയ്തു. ഏതൊക്കെ? ഗംഗ ആക്ഷൻ പ്ലാൻ ആൻഡ് യമുന ആക്ഷൻ പ്ലാൻ ടു സേവ് മേജർ റിവേഴ്സ് ഓഫ് ആ കൺട്രി. ആൻഡ് ഈ പ്ലാൻസിന് താഴെ അവരെന്ത് പ്രൊപ്പോസ് ചെയ്തു? ടു ബിൽഡ് എ ലാർജ് നമ്പർ ഓഫ് സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാൻസ്. അപ്പോ എന്ത് സംഭവിക്കില്ല? ഈ ഡയറക്ട്ലി ഡിസ്ചാർജ് തടയുന്നതിന് വേണ്ടി ഇവര് സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാൻസ് ഉണ്ടാക്കാനുള്ള പ്ലാൻസ് പ്രൊപ്പോസ് ചെയ്തുകൊണ്ട് 2 ആക്ഷൻ പ്ലാൻസ് ആര് ഇനീഷ്യേറ്റ് ചെയ്തു? മിനിസ്ട്രി ഓഫ് എൻവയൺമെന്റ് ആൻഡ് ഫോറസ്റ്റ്. ഇനി മൈക്രോബ്സിനെ ഉപയോഗിച്ച് നമ്മൾ എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യും? ഏത്? ബയോഗ്യാസ് പ്രൊഡക്ഷൻ എങ്ങനെ നടക്കുന്നതാണ് പഠിക്കാൻ പോകുന്നത്. അതിന് ആദ്യത്തെ പോയിന്റ് ബയോഗ്യാസ് നമുക്കറിയാം ഇറ്റ്സ് എ മിക്സ്ചർ ഓഫ് ഗ്യാസസ്. അതില് ബയോഗ്യാസ് പ്രിഡോമിനന്റ്ലി കണ്ടെയ്ൻസ് എന്നൊരു MCQ ചോദിച്ചാൽ എന്ത് പറയും? പ്രിഡോമിനന്റ്ലി ബയോഗ്യാസിന് മീഥെയിന്റെ കോമ്പണന്റ് ആണ് കൂടുതൽ. ആൻഡ് ഇതെങ്ങനെ ഉണ്ടാവുന്നത് നമുക്കറിയാം ബൈ മൈക്രോബിയൽ ആക്ടിവിറ്റി. ആൻഡ് നമുക്ക് അതിന്റെ ഒരു യൂസ് പറയാം. എന്താണ്? ഇറ്റ് കെൻ ബി യൂസ്ഡ് ആസ് ഫ്യൂവൽ. നമ്മൾ നേരത്തെ പഠിച്ചു സിൻസ് ഇറ്റ് ഇസ് ഇൻഫ്ലേമബിൾ നമുക്കത് ഫ്യൂവൽ ആയിട്ട് യൂസ് ചെയ്യാം.
ഇനി certain bacteria which grow anaerobically on cellulosic material. Cellulose വളരുന്ന ചില anaerobically വളരുന്ന ചില anaerobic bacteria produce large amount of methane along with CO2 and H2. ഇങ്ങനത്തെ ബാക്ടീരിയനെ നമ്മൾ വിളിച്ചു മെത്തനോജൻസ്. മെത്തനോജൻസ് ആൻഡ് അതിന്റെ ഒരു ഇമ്പോർട്ടന്റ് എക്സാമ്പിൾ ആണ് മെത്തനോബാക്ടീരിയം. മെത്തനോജൻസിന്റെ മേജർ എക്സാമ്പിൾ മെത്തനോബാക്ടീരിയം. ആൻഡ് ഈ മെത്തനോബാക്ടീരിയം കാണപ്പെടുന്ന ഒരു ഇമ്പോർട്ടന്റ് ഏതാണ് സ്ഥലം? ഇറ്റ്സ് കോമൺലി ഫൗണ്ട് ഇൻ anaerobic sludge during sewage treatment. ആൻഡ് ഇതേ ബാക്ടീരിയ, അതായത് മെത്തനോജൻസിൽ വരുന്ന മെത്തനോബാക്ടീരിയം ഏതിലും കൂടി കാണാം? ഇറ്റ് ഈസ് ഓൾസോ പ്രസന്റ് ഇൻ ദ റൂമൻ വിച്ച് ഇസ് എ പാർട്ട് ഓഫ് സ്റ്റമക്. ഒരു കമ്പാർട്ട്മെന്റ് ആണ് സ്റ്റമക്കില്. കാറ്റിൽസിന്റെ സ്റ്റമക്കിലെ ഒരു കമ്പാർട്ട്മെന്റ് ആയ റൂമനിലും കാണാം. എന്തുകൊണ്ടാണ് നമുക്കറിയാം, അവര് ഹെർബിവോറസ് ആണ് കാറ്റിൽ. ആൻഡ് കുറെ സെല്ലുലോസിക് പ്ലാന്റ്സും ലീവ്സും ഒക്കെ കഴിക്കുന്നത് കൊണ്ട് അവർക്ക് എന്താ സെല്ലുലോസ് ഡൈജസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പൊ അതിനുവേണ്ടി അവരുടെ റൂമനിൽ ഏതുണ്ട്? ഈ സെല്ലുലോസിക് മെറ്റീരിയൽ അവരുടെ ഫുഡ് ആയതുകൊണ്ട് തന്നെ അവരുടെ റൂമനിൽ ഈ മെത്തനോബാക്ടീരിയം പ്രസന്റ് ആണ്. ആൻഡ് ഇൻ റൂമൻ ഈ ബാക്ടീരിയ എന്ത് ചെയ്യും? ഇറ്റ് ഹെൽപ്സ് ഇൻ ബ്രേക്ക് ഡൗൺ ഓഫ് സെല്ലുലോസ്. ആൻഡ് അങ്ങനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് ഡൈജഷന് ഹെൽപ്സ് ഇൻ ദ ന്യൂട്രിഷൻ റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യാൻ കാറ്റിൽസിന് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് നമുക്കറിയാം ഈ സെല്ലുലോസ് മാത്രം കഴിക്കുന്ന ഹെർബിവോറസ് ആയ കാറ്റിൽസിന്റെ ഡങ്ക് അല്ലെങ്കിൽ എക്സ്ക്രീറ്റ എടുത്ത് നോക്കിയാൽ ഇറ്റ് ഇസ് റിച്ച് ഇൻ ദീസ് ബാക്ടീരിയ. അതിന് നമ്മൾ കോമൺലി വിളിക്കുന്നത് ഗോബർ. ആൻഡ് ഇതേ ഡങ്ക് നമുക്ക് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം? എക്സ്ക്രീറ്റനെ നമുക്ക് യൂട്ടിലൈസ് ചെയ്ത് ഇറ്റ് ഹെൽപ്സ് ഇൻ ദ ജനറേഷൻ ഓഫ് ബയോഗ്യാസ് വിച്ച് ഇസ് കോമൺലി കോൾഡ് ആസ് ഗോബർ ഗ്യാസ്. ഇനി നമ്മൾ ഈ ബയോഗ്യാസ് ഉണ്ടാക്കുന്ന ബയോഗ്യാസ് പ്ലാന്റിനെ കുറിച്ച് പഠിക്കാൻ പോവാണ്. അതിൽ ഈ ടിപ്പിക്കൽ ബയോഗ്യാസ് പ്ലാന്റ് എന്ന് പറഞ്ഞ ഡയഗ്രാം എക്സ്ട്രീംലി ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് ഇതിന്റെ ഓരോ ലേബലിങ്സും ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇമ്പോർട്ടന്റ് എം സി ക്യു പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ ലേബലിങ്സ് ഇമ്പോർട്ടന്റ് ആണ്. ഇനി എന്താണ് ഈ ബയോഗ്യാസ് പ്ലാന്റ്? ബയോഗ്യാസ് പ്ലാന്റിൽ ഇറ്റ്സ് എ കോൺക്രീറ്റ് ടാങ്ക് 10 to 15 feet deep in which ഇതിലെന്ത് നമ്മൾ ഈ ബയോ വേസ്റ്റ്സ് കളക്ട് ചെയ്ത് ആൻഡ് നമ്മൾ അലോങ് വിത്ത് ഈ വേസ്റ്റിന്റെ കൂടെ നമ്മൾ ഈ ഡങ്കും ഇതിലേക്ക് ഇട്ട് കൊടുക്കും. എന്തുകൊണ്ടാണ് നമുക്കറിയാം ഈ ഡങ്ക് ഇസ് റിച്ച് ഇൻ നമ്മുടെ മെത്തനോബാക്ടീരിയം. ആൻഡ് ഇതിന്റെ മേലെ ഈ സ്ലറിന്റെ മേലെ നമ്മൾ എന്ത് പ്ലേസ് ചെയ്യും? നമ്മൾ ഒരു ഫ്ലോട്ടിംഗ് കവർ പ്ലേസ് ചെയ്യും. ഈ ഫ്ലോട്ടിംഗ് കവറിന്റെ ഉദ്ദേശം എന്താന്ന് വെച്ചാൽ നമുക്കറിയാം അതിൽ ഗ്യാസ് പ്രൊഡ്യൂസ് ആവുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? ഈ മൈക്രോബ്സിന്റെ പ്രസൻസ് കാരണം ഗ്യാസ് പ്രൊഡക്ഷൻ നടക്കും. ആൻഡ് ഈ ഗ്യാസ് പ്രൊഡക്ഷൻ അനുസരിച്ച് ഈ ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള ഹോൾഡർ എന്ത് ചെയ്യും? അത് കീപ്സ് റൈസിങ്. ആൻഡ് ഈ ബയോഗ്യാസിന് ഒരു ഔട്ട്ലെറ്റും കൂടി ഉണ്ട്. ഈ ഔട്ട്ലെറ്റിലേക്കൂടെ എന്ത് സംഭവിക്കും? ഇത് വിച്ച് ഇസ് കണക്റ്റഡ് ടു എ പൈപ്പ് ടു സപ്ലൈ ബയോഗ്യാസ് ടു നിയർ ബൈ ഹൗസസ്. അങ്ങനെ നമ്മൾ ഇറ്റ്സ് എ സോഴ്സ് ഓഫ് എനർജി നമ്മൾ പഠിച്ചു. ഇനി ഈ സ്പെൻഡ് സ്ലറി, അതായത് നമ്മൾ ഓൾറെഡി എന്തിട്ടിരുന്നു? സ്ലറി ഇട്ടിരുന്നു. നമ്മുടെ ഡങ്കും വാട്ടറും ഒക്കെ കണ്ടെയ്ൻ ചെയ്യുന്ന ഈ സ്ലറി വിച്ച് ഇസ് ഓൾറെഡി യൂസ്ഡ് അപ്പ്, അതായത് സ്പെൻഡ് സ്ലറി യൂസ് ചെയ്ത് ആവശ്യമില്ലാതെ ബാക്കി ഗ്യാസ് പ്രൊഡക്ഷൻ നടന്നു കഴിഞ്ഞ സ്ലറി which is removed through another outlet and അത് നമ്മൾ വേസ്റ്റ് ചെയ്യുന്നില്ല. അതിന് നമ്മൾ എന്ത് ചെയ്യും? which may be used as a fertilizer. നമുക്കറിയാം റൂറൽ ഏരിയാസിൽ കാറ്റിൽസും അതിന്റെ കൃഷിയൊക്കെ കൂടുതലായതുകൊണ്ട് തന്നെ കാറ്റിൽസിന്റെ ഡങ്കും is available in large quantities. അപ്പോ most of the biogas plants അതുകൊണ്ട് തന്നെ ഇതിന്റെ it depends on the നമ്മുടെ ഉണ്ടാക്കേണ്ട സാധനം, അതായത് സോഴ്സിനെ ഡിപ്പെൻഡന്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ മോസ്റ്റ് ഓഫ് ദി ബയോഗ്യാസ് പ്ലാന്റ്സ് എവിടെയാണ് ബിൽഡ് ആവുന്നത്? ദേ ആർ ബിൽഡ് ഇൻ റൂറൽ ഏരിയാസ്. ആൻഡ് ഈ ബയോഗ്യാസ് നമുക്കറിയാം ഒരു പൈപ്പിലേക്ക് കൂടി കണക്ട് ചെയ്ത് അടുത്തുള്ള വീട്ടിലേക്കൊക്കെ എത്തിക്കും. ആൻഡ് ഈ ബയോഗ്യാസ് എന്തിനു ഉപയോഗിക്കും? കുക്കിംഗ് ആൻഡ് ലൈറ്റിംഗ്. ആൻഡ് ഈ പിക്ചർ ഓഫ് ബയോഗ്യാസ് പ്ലാന്റ് ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഈ ടെക്നോളജി ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്തത് ആരാണ്? ഈ ക്വസ്റ്റനും MCQ പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടന്റ് ആണ്. ഏത്? IARI. ഈ IARI
ടേമും ഇമ്പോർട്ടൻ്റ് ആണ്, അതിന്റെ ഫുൾ ഫോം ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യൻ അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ആൻഡ് ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ, KVICയും IARIയും കൂടിയാണ് ഇത് ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്തത്. ഇനി അടുത്ത ടോപ്പിക്, നമ്മൾ ഇത്രയും നേരം എന്തൊക്കെ പഠിച്ചു? ഹൗസ് ഹോൾഡ് പ്രോഡക്ട്സിൽ യൂട്ടിലൈസ് ചെയ്യാം, ഇൻഡസ്ട്രീസിൽ ഉപയോഗിക്കാം, ബയോഗ്യാസ് ഉണ്ടാക്കാൻ ഉപയോഗിക്കാം, സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റിൽ ഉപയോഗിക്കാം. ഇനിയുള്ള ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ ബയോ കൺട്രോൾ ഏജൻസ്, അതായത് എൻവയൺമെന്റലി എങ്ങനെയാണ് നമ്മുടെ മൈക്രോബ്സ് ഹ്യൂമൻ മെയ്ഡ് അല്ലാണ്ട് ബയോ കൺട്രോൾ ഏജൻസ് ആയിട്ടും എങ്ങനെയാണ് മൈക്രോബ്സ് എക്സിസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്, അതിൽ നിന്ന് ഹ്യൂമൻസ് എന്തൊക്കെയാണ് ടെക്നോളജീസ് അല്ലെങ്കിൽ യൂട്ടിലൈസബിൾ മെത്തഡോളജീസ് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തത്. ഫസ്റ്റ് തിങ്, ബയോ കൺട്രോൾ ഏജൻസ് എന്താണ്? നമുക്കറിയാം, ഇറ്റ് ഇസ് എ ബയോളജിക്കൽ മെത്തേഡ് ഓഫ് കൺട്രോളിങ് പെസ്റ്റ്. അതായത് പ്ലാന്റ്സിൽ ഡിസീസ് കോസ് ചെയ്യുന്ന മോശം അല്ലെങ്കിൽ പാത്തജൻസ് ആയിട്ടുള്ള പെസ്റ്റിനെ കൊല്ലാനല്ല, അതിന്റെ ഗ്രോത്ത് കൺട്രോൾ ചെയ്ത് ഒരു ചെക്ക് ആയിട്ട് ആക്ട് ചെയ്യും? ബയോ കൺട്രോൾ. അതിനെയാണ് ബയോ കൺട്രോൾ എന്ന് വിളിച്ചത്. ആൻഡ് നമുക്കറിയാം, ഇൻസെക്ടിസൈഡ്സും പെസ്റ്റിസൈഡ്സും നമ്മളിപ്പോ മോഡേൺ പീപ്പിൾ യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ്. എന്തിന്? ഈ സാധനങ്ങളെ കൊല്ലാൻ, അതായത് ഈ പെസ്റ്റിനെ കൊല്ലാൻ. ഈ ഫാമിങ്ങിലൊക്കെ മേജർ ആയിട്ട് യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ് ഇൻസെക്ടിസൈഡ്സ്, പെസ്റ്റിസൈഡ്സ്. ഈ കെമിക്കൽസ് എക്സ്ട്രീംലി ഹാംഫുളും ടോക്സിക്കും ആയതുകൊണ്ട് അവരെന്ത് കോസ് ചെയ്യും? എൻവയൺമെന്റൽ പൊല്യൂഷൻ കോസ് ചെയ്യും. ആൻഡ് ഇതിലേക്ക് കൂടി നമ്മുടെ സോയിലും പൊല്യൂട്ട് ചെയ്യും. ആൻഡ് സോയിലിന്റെ താഴെ എന്തുണ്ട്? നമ്മുടെ അണ്ടർ വാട്ടറും എല്ലാം പൊല്യൂഷൻ നടക്കും. ഇനി ബയോളജിക്കൽ കൺട്രോൾ ഓഫ് പെസ്റ്റ് ആൻഡ് ഡിസീസില് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമ്പിൾസ്, ഒന്ന് ലേഡി ബേർഡ് എന്ത് ചെയ്യും? കൺട്രോൾ. ഇതൊക്കെ ഫോളോയിങ്ങിൽ സ്ഥിരം ചോദിക്കുന്നതാണ്. ആഫിഡ്സ്, സെക്കൻഡ് ലേഡി ബേർഡിന് ആഫിഡ്സിനെ കൺട്രോൾ ചെയ്യണം. ആൻഡ് ഡ്രാഗൺ ഫ്ലൈസിന് എന്ത് ഹെൽപ്പ് ചെയ്യും? ടു കൺട്രോൾ മസ്കിറ്റോ. ഇതിങ്ങനെ തന്നെ ബൈഹാർട്ട് ചെയ്ത് വെച്ചാല് മാച്ച് ദ ഫോളോയിങ് ഉപയോഗിക്കാം. ട്രൈക്കോഡെർമ എന്താണ് സാധനം? വിച്ച് ഇസ് എ ഒരു ഫ്രീ ലിവിങ് ആയിട്ടുള്ള മൈക്രോബ് ആണ്. ആൻഡ് അത് റൂട്ട് എക്കോസിസ്റ്റത്തില് ആണ് കാണപ്പെടുന്നത്. ആൻഡ് ഇറ്റ് പ്രൊട്ടക്ട്സ് ഫ്രം ബാക്കിയുള്ള ഡിസീസ് കോസിങ് ഫംഗസിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യും. ആൻഡ് ലാസ്റ്റ് പഠിക്കാനുള്ളത് BT എന്ത് ചെയ്യും? ഇറ്റ് കൺട്രോൾസ് ബട്ടർഫ്ലൈന്റെ കാറ്റർപില്ലേഴ്സ്. എങ്ങനെ? അവരുടെ സ്പോർസ് ഒരു സാധനം ഉണ്ടാക്കും, എന്ത്? സ്പോറിൻ. അപ്പൊ ഈ 4 എക്സാമ്പിൾ മാച്ച് ദ ഫോളോയിങ് ചോദിക്കും. ഇനി ഇത് ഏത് മെത്തേഡ് വഴിയാണ് വർക്ക് ചെയ്യുന്നത്? അതായത് അഗ്രികൾച്ചറിൽ ഈ പെസ്റ്റിന് മേലെ ഒരു ചെക്ക് വെക്കാൻ നമ്മുടെ നാച്ചുറൽ പ്രഡേഷൻ ആണ് ഹെൽപ്പ് ചെയ്യുന്നത്. ആൻഡ് ഇതെന്താന്ന് വെച്ചാല് ബയോഡൈവേഴ്സിറ്റി ഫർദേഴ്സ് ഹെൽത്ത്. അതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ ബയോഡൈവേഴ്സിറ്റി, അതായത് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഓർഗാനിസം ഉള്ളതുകൊണ്ട് അവരെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തോ ഒരു ചെക്ക് ആയിട്ട് ആക്ട് ചെയ്ത് ആവശ്യമില്ലാത്ത സാധനങ്ങളെ കുറച്ചും നല്ല സാധനങ്ങളെ കൂടുതലും ആയിട്ട് ഒരു എൻവയൺമെന്റലി നല്ലൊരു രീതിയിൽ എല്ലാത്തിനെയും ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യും. ആൻഡ് ദ മോർ വെറൈറ്റി എ ലാൻഡ്സ്കേപ്പ് ഹാസ്, ദ മോർ സസ്റ്റൈനബിൾ ഇറ്റ് ഇസ്. അതാണ് അതിന്റെ പ്രിൻസിപ്പിൾ. ആൻഡ് ഇതിൽ എന്താണ് നമ്മൾ ചെയ്യുന്നത്? അതായത് ഒരു ഓർഗാനിക് ഫാമർ ഒന്നിനെയും കൊല്ലുന്നില്ല, അതായത് കെമിക്കൽസ്, ഹാർംഫുൾ ടോക്സിക് കെമിക്കൽസ് ഉപയോഗിച്ച് കൊല്ലുന്നില്ല. ജസ്റ്റ് അവരെന്ത് ചെയ്യും? അതായത് അവരെ മാനേജബിൾ ലെവൽസിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ, അതായത് പെസ്റ്റ് ആർ നോട്ട് ഇറാഡിക്കേറ്റഡ് ബട്ട് കെപ്റ്റ് അറ്റ് മാനേജബിൾ ലെവൽസ് ബൈ എ കോംപ്ലെക്സ് സിസ്റ്റം ഓഫ് ചെക്സ് ആൻഡ് ബാലൻസസ്. അതായത് ഇത്രയും ബയോഡൈവേഴ്സിറ്റി ഇല്ല, അപ്പോൾ എന്ത് സംഭവിക്കും?
കൂടുതൽ സസ്റ്റൈനബിൾ ആണ്. എങ്ങനെ ഈ പെസ്റ്റിനെ ഇറാഡിക്കേറ്റ് ചെയ്യുന്നില്ല, ജസ്റ്റ് എന്ത് ചെയ്യുന്നുള്ളൂ, മാനേജബിൾ ലെവൽസിൽ കീപ്പ് ചെയ്യാൻ മാത്രം ഹെൽപ്പ് ചെയ്യുന്നു. ആൻഡ് കോൺട്രറി ടു ദി കൺവെൻഷണൽ ഫാമിംഗ് പ്രാക്ടീസസ് വിച്ച് ഓഫൻ യൂസ് കെമിക്കൽ മെത്തേഡ്സ്, ഈ കെമിക്കൽ മെത്തേഡ്സ് ഹാംഫുള്ളും ആണ്, ടോക്സിക് ആണ്, പിന്നെ കില്ലും ചെയ്യും. ബോത്ത് യൂസ്ഫുൾ ആൻഡ് ഹാംഫുൾ ലൈഫ് ആൻഡ് പൊല്യൂഷനും കോസ് ചെയ്യും. അതോട് കമ്പയർ ചെയ്യുമ്പോൾ ഇതെന്ത് ചെയ്യുന്നു, വിച്ച് ഇസ് എ മച്ച് മോർ ഹോളിസ്റ്റിക് അപ്രോച്ച്, അതായത് വിച്ച് ഹാസ് എൻ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് വെബ്സ് ഓഫ് ഇന്ററാക്ഷൻ ബിറ്റ്വീൻ myriad of organisms that constitute the field fauna and flora. ഓർഗാനിക് ഫാമിങ്ങിന്റെ അഡ്വാൻറ്റേജസ് ആണ് ഈ പറയുന്നത്. അതായത് അവർ കുറച്ചും കൂടി കൂടുതൽ ഒരു വേറെ സുപ്രീം ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഉള്ളതുകൊണ്ട്, അതായത് ഡിഫറെന്റ് ആനിമൽസ് തമ്മിൽ ഇന്ററാക്ഷനിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉള്ളതുകൊണ്ട് അവരെന്ത് ചെയ്യും, എല്ലാ ഓർഗാനിസത്തിനെയും ആരെയും നശിപ്പിക്കാണ്ട് എല്ലാത്തിനും ഒരു മാനേജബിൾ ലെവൽസ് വെച്ച് ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിൽ ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഈ ഇറാഡിക്കേഷൻ ഓഫ് ക്രീച്ചേഴ്സ് അക്കോർഡിംഗ് ടു ഓർഗാനിക് ഫാമേഴ്സ് എങ്ങനെയാണ്, ഇറ്റ്സ് നോട്ട് ഓൺലി പോസിബിൾ, പക്ഷെ അത് അൺഡിസൈറബിൾ കൂടിയാണ്. ആൻഡ് നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ കൊന്നാലും നമ്മൾ ബെനിഫിഷ്യൽ പ്രെഡേറ്ററി ആൻഡ് പാരസിറ്റിക് ഇൻസെക്ട്സ് കൂടി എന്ത് ചെയ്യും, നമ്മുടെ അവർ ഡിപ്പെൻഡ് ചെയ്യും എന്തിന്, ഫുഡ് ഓർ അല്ലെങ്കിൽ ഹോസ്റ്റിന്. ആൻഡ് അവർ എന്ത് ചെയ്യും, ബെനിഫിഷ്യൽ ആയിട്ടുള്ള സാധനങ്ങളും ഈ പാരസൈറ്റ്സിന്റെ കൂടെ ഹോസ്റ്റോ അല്ലെങ്കിൽ ഫുഡോ കിട്ടാണ്ട് അവർ സർവൈവ് ചെയ്യില്ല. ആൻഡ് ഈ യൂസ് ഓഫ് ബയോ കൺട്രോൾ മെഷേഴ്സ് വിൽ ഗ്രേറ്റ്ലി റെഡ്യൂസ് എന്തിന്, ആർ ഡിപ്പെൻഡൻസ് ഓൺ ടോക്സിക് കെമിക്കൽസ് ആൻഡ് പെസ്റ്റിസൈഡ്സ്. അപ്പോ ഈ ബയോളജിക്കൽ ഫാമിംഗ് അപ്രോച്ച് എന്ത് ചെയ്തു, നമ്മള് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന് കാരണം ആയി. ഇനി എക്സാമ്പിൾ പറയാണ്, ദ വെരി ഫെമിലിയർ ബീറ്റിൽ വിത്ത് റെഡ് ആൻഡ് ബ്ലാക്ക് മാർക്കിങ്സ്, അതിനെ നമ്മൾ എന്ത് വിളിച്ചു, ലേഡി ബേർഡ്. ലേഡി ബേർഡ് എന്തിനെ ഹെൽപ്പ് ചെയ്തു, ആഫിഡ്സിനെ കൺട്രോൾ ചെയ്യാൻ. ഡ്രാഗൺ ഫ്ലൈസ് എന്തിനെ, മോസ്കിറ്റോസിനെ കൺട്രോൾ ചെയ്യാൻ. ഇനി മൈക്രോബ്സിന്റെ എക്സാമ്പിൾ നമ്മൾ എന്ത് കണ്ടു, ഒരു ബാക്ടീരിയ വിച്ച് ഇസ് ബീറ്റി, ബാസിലസ് തുറിഞ്ചിയൻസിസ്. ബീറ്റിന്റെ ഫുൾ ഫോമും MCQ പോയിന്റ് ഓഫ് വ്യൂടെ ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് ഈ ബാസിലസ് തുറിഞ്ചിയൻസിസ് എന്ന് പറഞ്ഞ ബാക്ടീരിയ എന്ത്, ഇറ്റ് കൺട്രോൾസ് ബട്ടർഫ്ലൈ കാറ്റർപില്ലേഴ്സ്. അതൊരു ഇമ്പോർട്ടന്റ് മൈക്രോബിയൽ ബയോ കൺട്രോൾ ഏജൻസ് ആണ്. ഈ ലേഡി ബേർഡും ഡ്രാഗൺ ഫ്ലൈയും മൈക്രോബ്സ് അല്ലല്ലോ, അപ്പൊ അത് മൈക്രോബിയൽ ബയോ കൺട്രോൾ ഏജൻസ് എന്ന് പറയാൻ പറ്റില്ല. ആൻഡ് ഈ BT ബാസിലസ് തുറിഞ്ചിയൻസിസ് ബാക്ടീരിയന്റെ അവരുടെ ഡ്രൈഡ് സ്പോർസ് ആണ് ഏതില്, സാഷേല് അവൈലബിൾ ആയിട്ടുള്ളത്. ആൻഡ് ഈ സാഷെ വാങ്ങാൻ, ആൻഡ് ഇറ്റ് ഇസ് മിക്സ്ഡ് വിത്ത് വാട്ടർ. ആൻഡ് നമുക്ക് വേണ്ട വൾണറബിൾ പ്ലാന്റ്സിൽ, അതായത് അതിന്റെ വൾണറബിൾ പ്ലാന്റ്സ് അല്ലെങ്കിൽ അഫക്ട് ചെയ്യുന്ന പ്ലാന്റ്സ് ഏതാന്ന് വെച്ചാൽ സച്ച് ആസ് ബ്രാസിക്കാസ് ആൻഡ് ഫ്രൂട്ട് ട്രീസ്. ഇതിലാണ് ഏത്, വൾണറബിൾ ടു ദിസ് ബട്ടർഫ്ലൈ കാറ്റർപില്ലേഴ്സ്. അപ്പൊ അങ്ങനത്തെ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, ഈ ലാർവയുടെ ഗട്ടില്, ഇൻ ദ ഗട്ട് ഓഫ് ലാർവ ഈ ടോക്സിൻ റിലീസ്ഡ് ആവും. ആൻഡ് ഫൈനലി ലാർവ ഗെറ്റ്സ് കിൽഡ്. ആൻഡ് ഇതിന്റെ ഗുണം എന്താന്ന് വെച്ചാല്, ഇത് ഏതിനെ കില്ലുള്ളൂ, ഈ ബാക്ടീരിയൽ ഡിസീസ് ഓൺലി കാറ്റർപില്ലേഴ്സിനെ മാത്രമേ അഫക്ട് ചെയ്യോ കില്ലയോ ചെയ്യുള്ളൂ. ആൻഡ് ബാക്കിയുള്ള ഒന്നിനും കെമിക്കൽ പെസ്റ്റിസൈഡ്സിനെ ഇൻസെക്ടിസൈഡ്സിനെ പോലെ എല്ലാത്തിനെയും ഇറസ്പെക്റ്റീവ് ഓഫ് ബെനിഫിഷ്യൽ ആണോ വേണ്ടതാണോ വേണ്ടാതാണോ അങ്ങനെ ചെയ്യില്ല, വേണ്ടതിന് മാത്രം കില്ല് ചെയ്ത് ആൻഡ് ലീവിങ് അതർ ഇൻസെക്ട്സ് അൺഹാംഡ്. ആൻഡ് അഗെയിൻ ഈ പോസിബിലിറ്റിനെ ജനറ്റിക് എഞ്ചിനീയറിംഗിൽ കൂടി ഡെവലപ്പ് ചെയ്ത് സയന്റിസ്റ്റ് എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തു, ബാസിലസ് തുറിഞ്ചിയൻസിസ് ടോക്സിൻ ജീൻസ് പ്ലാന്റ്സിലേക്ക് കൊണ്ടുവന്നു. അതിനകത്ത് എന്താ, പിന്നെ അവർക്ക് ആ ജീൻ ഇൻബിൽഡ് തന്നെ ആയിട്ടുണ്ടെങ്കിൽ അവര് കഴിക്കുന്ന അല്ലെങ്കിൽ അവര് ബ്രാസിക്ക ഫ്രൂട്ട് ട്രീസ് പോലുള്ള ബെനിഫിഷ്യൽ സാധനങ്ങൾ കഴിക്കുന്ന ഈ കാറ്റർപില്ലേഴ്സിനെ നാച്ചുറലി കില്ല് ചെയ്യാൻ പറ്റും. എന്നിട്ട് ആ പ്ലാന്റ്സ് എന്താവും, റെസിസ്റ്റന്റ് ആവും ടു അറ്റാക്ക് ബൈ ഇൻസെക്ട് പെസ്റ്റ്സ്. അങ്ങനത്തെ ഒരു ഫസ്റ്റ് ഡെവലപ്ഡ് എക്സാമ്പിൾ ആണ് BT കോട്ടൺ. അതായത് ജനറ്റിക് എഞ്ചിനീയറിംഗ് വഴി ഈ ജീൻസ് ഇൻജക്റ്റഡ് ആയിട്ടുള്ള ഇൻബിൽട്ട് ആയിട്ടുള്ള ഏത് ഒരു എക്സാമ്പിൾ. ഇനി ഒരു പ്ലാന്റ് ഡിസീസ് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച അടുത്തൊരു എക്സാമ്പിൾ ആണ് ഫംഗസ് ട്രൈക്കോഡെർമ. ഞാൻ ഓൾറെഡി ഇത് ഡിസ്കസ് ചെയ്തു. ഫംഗസ് ട്രൈക്കോഡെർമ സ്പീഷീസ് എന്താണ്,
ഫ്രീ ലിവിംഗ് ആണ്, അത് ഫസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ്. ഫ്രീ ലിവിംഗ് ഫംഗൈ ആണ് ആൻഡ് വെരി കോമൺ എവിടെയാണ് കാണുന്നത്, റൂട്ട് എക്കോസിസ്റ്റംസ്, ആൻഡ് ദേ ആർ എഫക്റ്റീവ് ബയോ കൺട്രോൾ ഏജൻസ് ഓഫ് സെവറൽ പ്ലാന്റ് പാത്തജൻസ്. അതിനെ നമുക്ക് എങ്ങനെ ബയോ കൺട്രോൾ ഏജൻസ് ആയിട്ട് യൂസ് ചെയ്യാം. ഇനി അടുത്ത എക്സാമ്പിൾ എന്ന് പറഞ്ഞാല് അടുത്ത ടൈപ്പ് ഓഫ് പാത്തജൻസ് ബാക്ടീരിയോ വൈറസസ്. എന്തിനെ അറ്റാക്ക് ചെയ്യുന്നു, വേറെ ഇൻസെക്ട്സിനെ ആർത്രോപോഡ്സിനൊക്കെ ആക്ട് ചെയ്ത് കിൽ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന വൈറസസ് ആണ്. അപ്പോ ഈ ബാക്ടീരിയോ വൈറസ് നമ്മൾ എന്തായിട്ട് യൂസ് ചെയ്തു, ബയോളജിക്കൽ കൺട്രോൾ ഏജൻസ് ആയിട്ട് യൂസ് ചെയ്തു. ആൻഡ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ MCQ പോയിന്റ് ഓഫ് വ്യൂല് ഏത് ജീനസിൽ നിന്നാണ് കൂടുതലും ഈ മെജോറിറ്റി ഓഫ് ബാക്ടീരിയോ വൈറസസിനെ നമ്മൾ ബയോ കൺട്രോൾ ഏജൻസ് ആയിട്ട് യൂസ് ചെയ്യുക. ഫ്രോം ദ ജീനസ് ന്യൂക്ലിയോ പോളിഹെഡ്രോ വൈറസ്. അതിനെ യൂസ് ചെയ്യാനുള്ള അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ റീസൺസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ എന്ത് പറയും, ദേ ആർ എക്സലന്റ് കാൻഡിഡേറ്റ്സ് ഫോർ സ്പീഷീസ് സ്പെസിഫിക്. എല്ലാത്തിനെയും വൈഡ് സ്പെക്ട്രം അല്ല, നാരോ സ്പെക്ട്രം ആണ്. അതുകൊണ്ട് കണ്ടതിനെയും കാണാത്തതിനെയും എല്ലാം കില്ല് ചെയ്ത് നശിപ്പിക്കില്ല, വേണ്ടതിന് മാത്രം നാരോ സ്പെക്ട്രം സ്പീഷീസ് സ്പെസിഫിക് ഇൻസെക്ടിസൈഡൽ ആപ്ലിക്കേഷൻസ് ആണ് അതിലുള്ളത്. ആൻഡ് അവർക്ക് നോ നെഗറ്റീവ് ഇമ്പാക്ട്സ് ഓൺ പ്ലാന്റ്സ്, മാമൽസ്, ബേർഡ്സ്, ഫിഷ് ഓർ ഈവൻ നോൺ ടാർഗറ്റ് ഇൻസെക്ട്സിനെ പോലും അവർ വെറുതെ വിടുന്നു. ആൻഡ് ദിസ് ഇസ് ബെനിഫിഷ്യൽ ഇൻ ഓവറോൾ ഇന്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റ് പ്രോഗ്രാം. അതായത് ഒരു എക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയ, അതായത് അവിടെ ഓൾറെഡി അതിന്റെ ഡൈവേഴ്സിറ്റി ഒക്കെ നഷ്ടപ്പെട്ടു, ബയോഡൈവേഴ്സിറ്റി തീരെയില്ല, ഫുൾ ബാരൻ ലാൻഡ് ആവാൻ പോകുന്ന ഒരു റീജിയനിൽ ഇങ്ങനത്തെ സാധനങ്ങൾ കൊണ്ടുവന്നാൽ എന്ത് പറ്റും, നമുക്ക് അവിടെ ഫാമിങ്ങോ അഗ്രികൾച്ചറോ നടത്തണമെങ്കിൽ നമുക്ക് എല്ലാത്തിനെയും നശിപ്പിക്കേണ്ട, ആവശ്യമുള്ളതിനെ മാത്രം, അതായത് നമ്മുടെ ഗ്രോത്തിനെ ഹാമ്പർ ചെയ്യുന്ന, നമുക്ക് വേണ്ട പ്ലാന്റ്സിന്റെ ഗ്രോത്തിനെ, ക്രോപ്പിന്റെ ഗ്രോത്തിനെ ഹാമ്പർ ചെയ്യുന്നതിനെ മാത്രം സിലക്റ്റീവ്ലി സ്പീഷീസ് സ്പെസിഫിക് ആയിട്ട് ബാക്കിയുള്ള പ്ലാന്റ്സിനും മാമൽസിനോ എൻവയൺമെന്റിനോ സോയിലിന്റെ പൊല്യൂഷനോ നെഗറ്റീവ് ഇമ്പാക്റ്റോ ഒന്നും ഇല്ലാണ്ട് ഒരു ഇന്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റ് പ്രോഗ്രാം വഴി ഉണ്ടാക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യും. ഇനി മൈക്രോബ്സ് ഇസ് ബയോ ഫെർട്ടിലൈസേഴ്സ്. ലാസ്റ്റ് ടോപ്പിക് ആണ് ഈ ചാപ്റ്റർ, മൈക്രോബ്സ് ആസ് ബയോ ഫെർട്ടിലൈസേഴ്സ്. ഇതിന്റെ യൂസ് എവിടെയാണ് വരുന്നത്, അതായത് ബയോ ഫെർട്ടിലൈസേഴ്സിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത് നമ്മൾ ഓവറായിട്ട് കെമിക്കൽ പെസ്റ്റിസൈഡ്സും ഇൻസെക്ടിസൈഡ്സും ഒക്കെ ഉപയോഗിക്കുമ്പോൾ അതിന് എത്രയോ ഹാർംഫുൾ കോൺസിക്വൻസസ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് ബയോ ഫെർട്ടിലൈസേഴ്സിന്റെ നീഡ് ആവശ്യം വരുന്നത്. അപ്പോ നമുക്ക് എന്തിലേക്ക് സ്വിച്ച് ചെയ്യണം, സ്വിച്ച് ടു ഓർഗാനിക് ഫാമിംഗ്, അതായത് ബാക്കിയുള്ളതിനെ നശിപ്പിക്കാൻ ഒരു സസ്റ്റൈനബിൾ രീതിയിലുള്ള ഫാമിംഗ് മെത്തേഡ് യൂസിങ് ബയോ ഫെർട്ടിലൈസേഴ്സ്. ഇനി എന്താണ് ബയോ ഫെർട്ടിലൈസേഴ്സ്? ദേ ആർ ഓർഗാനിസംസ് ദാറ്റ് എൻറിച്ച് ദ ന്യൂട്രിയന്റ് ക്വാളിറ്റി ഓഫ് ദി സോയിൽ. ഈ ഡെഫിനിഷൻസ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് മെയിൻ സോഴ്സ് ഓഫ് ബയോ ഫെർട്ടിലൈസേഴ്സ് ഏതൊക്കെയാണ്? ബാക്ടീരിയ, ഫംഗൈ ആൻഡ് പുതിയൊരാൾ സൈനോ ബാക്ടീരിയ. ആൻഡ് നമുക്കറിയാം ഓൾറെഡി നമ്മൾ പല ചാപ്റ്റേഴ്സായിട്ട് പഠിച്ചിട്ടുണ്ട്, ലെഗ്യുമിനസ് പ്ലാന്റ്സിന്റെ റൂട്ട്സിൽ സിംബിയോസിസ് വഴി ആരുണ്ട്? റൈസോബിയം ഉണ്ട്. ഈ റൈസോബിയം എന്ത് ചെയ്യുന്നു? They fix atmospheric nitrogen into organic forms. അപ്പോ അവര് പ്ലാന്റിനാൽ യൂട്ടിലൈസബിൾ ആയിട്ടുള്ള ന്യൂട്രിയന്റ് ഫോർമാറ്റിലേക്ക് എന്തിന് അറ്റ്മോസ്ഫിയറിൽ നൈട്രജൻ എടുത്ത് കൺവേർട്ട് ചെയ്യുന്നു. അങ്ങനെ അവര് എന്ത് ചെയ്തു? എൻറിച്ച് ദി നൈട്രജൻ കണ്ടന്റ് ഓഫ് ദി സോയിൽ. പ്ലാന്റ് യൂട്ടിലൈസ് ചെയ്യുന്നു. അങ്ങനെ സോയിലിന് നൈട്രജൻ കണ്ടന്റ് ആകുമ്പോൾ അതിനെന്താ കുറച്ചും കൂടി ഫെർട്ടിലൈസിങ് നേച്ചർ കൂടുതലാവും. ഇനി ബാക്കിയുള്ള കുറച്ച് എക്സാമ്പിൾസ്, ഫ്രീ ലിവിംഗ് ആയിട്ടുള്ള എക്സാമ്പിൾസ് മിനറൽ ന്യൂട്രീഷനിൽ ഓൾറെഡി ഇത് പഠിക്കും. ഫ്രീ ലിവിംഗ് ഇൻ ദ സോയിലിന്റെ എക്സാമ്പിൾ പറയുന്നത് ഏസോസ്പൈറലും ആൻഡ് അസോട്ടോബാക്ടർ. ഇനി ഇതേപോലെ ഇതിപ്പോ പറഞ്ഞത് ലെഗ്യുമിനസ് പ്ലാന്റ്സിന്റെ റൂട്ടിൽ സിംബിയോസിസ് ഉണ്ടാക്കുന്ന ബാക്ടീരിയത്തിനെ കുറിച്ചാണ്. ഇനി ഫംഗൈയും ഇങ്ങനത്തെ സിംബിയോട്ടിക് അസോസിയേഷൻസ് ഫോം ചെയ്യും. ആൻഡ് ആ സിംബിയോട്ടിക് അസോസിയേഷൻ നമ്മൾ വിളിച്ചു മൈക്കോറൈസ. ഇനി ഏത് ജീനസിൽ നിന്നാണ് മേജർ ആയിട്ട് മൈക്കോറൈസ കാണപ്പെടുന്നത്? ഫ്രം ദി ജീനസ് ഗ്ലോമസ്. ഇവരെന്ത് ചെയ്യും? ഈ സിംബിയോട്ടിക് അസോസിയേഷൻ ഹെൽപ്സ് ഇൻ അബ്സോർപ്ഷൻ ഓഫ് ഫോസ്ഫറസ് ഫ്രം ദ സോയിൽ ആൻഡ് അത് പ്ലാന്റിന് കൊടുക്കും. ആൻഡ് അവർക്ക് എന്ത് പറ്റും? ഈ അബ്സോർബ് ചെയ്യുന്ന, അതായത് ഫോസ്ഫറസ് കണ്ടന്റ് കൂടിയ പ്ലാന്റ്സിന് എന്ത് ബെനിഫിറ്റ്സ് കാണിക്കും? They show resistance to root-borne pathogens, tolerance to salinity and drought, and an overall increase in plant growth and development. ഇത്രയാണ് എന്ത് പ്ലാന്റ് ഗ്രോത്തും
ഡെവലപ്മെന്റിനും ഹെൽപ്പ് ചെയ്ത് ഇൻക്രീസ് ചെയ്യുന്ന ഏത് കോസ് ചെയ്യുന്നത് മൈക്കോറൈസൽ അസോസിയേഷൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സിംബയോട്ടിക് അസോസിയേഷൻ കോസ് ചെയ്യുന്നത്. അതിന്റെ അഡ്വാൻറ്റേജസ് ഇമ്പോർട്ടന്റ് ആണ്. പോയിന്റ് ബൈ പോയിന്റ് ഈ മൈക്കോറൈസൽ അസോസിയേഷൻസിന്റെ ബെനിഫിറ്റ്സ് റെസിസ്റ്റൻസ് കാണിക്കുന്നു, പാത്തജൻസിന് ടോളറൻസ് വന്നു, സലൈനിറ്റി ആൻഡ് റോട്ട്, ആൻഡ് ഫൈനലി ഓവറോൾ ഇൻക്രീസ് ഇൻ പ്ലാന്റ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. ഇനി നെക്സ്റ്റ് എക്സാമ്പിൾ നമ്മൾ ഓൾറെഡി പഠിച്ചു. ഇതിന് ബയോ ഫെർട്ടിലൈസേഴ്സിന് ഏതൊക്കെ കണ്ടു? നമ്മൾ ബാക്ടീരിയ കണ്ടു, റൈസോബിയത്തിന്റെ കേസിൽ ഫംഗൈ കണ്ടു, ഈ മൈക്കോറൈസിന്റെ കേസിൽ, ആൻഡ് ഫൈനലി സൈനോബാക്ടീരിയ. സൈനോബാക്ടീരിയ എങ്ങനെയാണ്? ദേ ആർ ഓട്ടോട്രോഫിക് മൈക്രോബ്സ് ആൻഡ് ദേ ഫിക്സ് atmospheric nitrogen. എക്സാമ്പിൾ Anabaena, Nostoc, Oscillatoria. ഈ സെന്റൻസ് ക്വസ്റ്റ്യൻ ആയിട്ട് പലരും കണ്ടിട്ടാണ്. ഇൻ പാഡി ഫീൽഡ്സ് സൈനോബാക്ടീരിയ സെർവ് ആസ് എൻ ഇമ്പോർട്ടന്റ് ബയോ ഫെർട്ടിലൈസേഴ്സ്. പാഡി ഫീൽഡ്സിൽ സെർവ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടന്റ് ബയോ ഫെർട്ടിലൈസറിന്റെ എക്സാമ്പിൾ എന്താണെന്ന് ചോദിച്ചാൽ, ഇനി സൈനോബാക്ടീരിയ ഇസ് ഓൾസോ നോൺ ആസ് ബ്ലൂ ഗ്രീൻ ആൽഗെ. അവരെന്ത് ചെയ്യുന്നു? അവര് അഡീഷൻ ഓഫ് ഓർഗാനിക് മാറ്ററും ഫെർട്ടിലിറ്റി കൂട്ടാനും ഹെൽപ്പ് ചെയ്തു. അങ്ങനെ സോയിൽ ന്യൂട്രിയൻസ് റീപ്ലനിഷ് ചെയ്തു ആൻഡ് ഇതിന്റെ ഡിപ്പെൻഡൻസ് ഓൺ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സും റെഡ്യൂസ് ചെയ്തു. അപ്പൊ എന്ത് പറ്റും? അതിനനുസരിച്ചുള്ള പൊല്യൂഷന്റെ പോസിബിലിറ്റിയും കുറഞ്ഞു വന്നു. ഇനി ഒരു ടേബിൾ ക്വസ്റ്റ്യൻ വൈസ് ചോദിച്ചാല് ബയോ ഫെർട്ടിലൈസേഴ്സ് നമ്മൾ ആദ്യം കണ്ടു. ഏതൊക്കെ ഉണ്ട്? ബാക്ടീരിയ, സൈനോബാക്ടീരിയ, ഫംഗൈ. ബാക്ടീരിയൽ നമ്മൾ കണ്ടു അസോട്ടോബാക്ടർ, ഏസോസ്പൈറില്ലം, ഒരു എക്സ്ട്രാ ബേജർനിക്കിയ. ഇത് മൂന്നും എന്താണ്? ഫ്രീ ലിവിങ്, എയറോബിക്. ഇനി നെക്സ്റ്റ് സെറ്റ് ഓഫ് എക്സാമ്പിൾസ് വരുന്നത് ക്ലോസ്ട്രിഡിയം ആൻഡ് ബാസിലസ്. ഇത് ഏതിന്റെ എക്സാമ്പിൾ ആണ്? ഫ്രീ ലിവിങ്. MCQ വരുമ്പോൾ ഈ ടേംസ് ഒക്കെയാണ് ഇമ്പോർട്ടന്റ്. ഏത് ടേംസ്? ഈ ഫ്രീ ലിവിങ് ആണോ, എയറോബിക് ആണോ, അനേറോബിക് ആണോ എന്നുള്ള ടേംസ്. അനേറോബിക്. ഇനി തേർഡ് സെറ്റ് ഓഫ് എക്സാമ്പിൾസ് റൈസോബിയം, ഫ്രാങ്കിയ. ഇത് രണ്ടും എന്തായി? സിംബയോട്ടിക് ആയി. ഇത്രയും ബാക്ടീരിയന്റെ താഴെ പഠിക്കുന്ന സാധനങ്ങൾ. ഇനി സൈനോ ബാക്ടീരിയത്തിന്റെ താഴെ നോസ്റ്റോക്, ആനബീന. ഇത് രണ്ടും എന്തായി? ഫ്രീ ലിവിങ്. FL ഫ്രീ ലിവിങ് എഴുതാണ്. ഫ്രീ ലിവിങ് ആയിട്ടോ സിംബയോട്ടിക് ആയിട്ടോ അവരെന്ത് ചെയ്യും? ഫിക്സ് ചെയ്യും നൈട്രജൻ. ഒരു എക്സ്ട്രാ പോയിന്റ് ഓലോസിറ, ടോളിപോത്രിക്സ്. ഇത് രണ്ടും എങ്ങനെയാണ്? ഫ്രീ ലിവിങ് ആണ് ആൻഡ് ദേ ഫിക്സ് നൈട്രജൻ. ഫ്രീ ലിവിങ് നൈട്രജൻ ഫിക്സർ ആയി ആൻഡ് സീൻ ഇൻ റൈസ് ആൻഡ് പാഡി ഫീൽഡ്സ്. സൈനോബാക്ടീരിയന് റൈസ് ആൻഡ് പാഡി ഫീൽഡ്സിൽ കാണാൻ നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞിരുന്നു. അതിന്റെ സ്പെസിഫിക് എക്സാമ്പിൾ എടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഈ രണ്ടെണ്ണം പറയണം. ഇനി ഫംഗൈ. ഫംഗൈനെ എങ്ങനെയാണ് നമ്മൾ പഠിച്ചത്? ഫംഗൈ ദേ ഫോം സിംബയോട്ടിക് അസോസിയേഷൻ. അതിനെ നമ്മൾ വിളിച്ചു മൈക്കോറൈസ. ഈ മൈക്കോറൈസ രണ്ട് ടൈപ്സ്. എന്തൊക്കെ? എക്ടോ മൈക്കോറൈസ ആൻഡ് എൻഡോ മൈക്കോറൈസ. എക്ടോ മൈക്കോറൈസന്റെ താഴെ വരുന്ന എക്സാമ്പിൾ പൈനസ്. പൈനസ് അതായത് ജിംനോസ്പെർമിൽ നമ്മൾ പഠിച്ചിരുന്നു. പൈനസ് അലോങ് വിത്ത് ചില ഫംഗസിനോട് എക്ടോ മൈക്കോറൈസ ആയിട്ടുള്ള സിംബയോട്ടിക് റിലേഷൻ ഫോം ചെയ്യും. ഫംഗസിന് എക്സാമ്പിൾ പോളിറ്റസ്. ആൻഡ് എൻഡോമൈക്കോറൈസ. എൻഡോമൈക്കോറൈസന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഓർക്കിഡ്. ഓർക്കിഡും ഗ്ലോമസ് ജീനസിലെ ഫംഗസിന്റെ ഏതെങ്കിലും ജീനസ് ഗ്ലോമസ് ആണ് ഇമ്പോർട്ടന്റ് ജീനസ് വിച്ച് ഫോംസ് മൈക്കോറൈസ നമ്മൾ പഠിച്ചിരുന്നു. അത് ഏതിൽ വരുന്നതാണ്? എൻഡോമൈക്കോറൈസയിൽ വരുന്നതാണ്. ആൻഡ് ഫൈനലി നമ്മൾ എന്തും കൂടി പഠിച്ചു? ഇത്രയും ബയോ ഫെർട്ടിലൈസേഴ്സിൽ പഠിച്ചു. ആൻഡ് നമ്മൾ ബാക്കിലോ വൈറസും കൂടി പഠിച്ചിരുന്നു. അവരെങ്ങനെയാണ് ഇമ്പോർട്ടന്റ്
ഇവിടെ ബാക്ടീരിയോ വൈറസ് എങ്ങനെയാണ് അവര് ഹെൽപ്പ് ചെയ്യുന്നത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഇന്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റിന്. സമ്മറിയിൽ ഇതുവരെ പറഞ്ഞ മെയിൻ സാധനങ്ങൾ ഉണ്ടാവും. ഇനി നമുക്ക് NCERT സൊല്യൂഷൻസിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, bacteria cannot be seen with naked eyes, but these can be seen with the help of a microscope. If you have to carry a sample from your home to your biology laboratory to demonstrate the presence of microbes with the help of a microscope, which sample would you carry and why? ഇതെന്താണ് മെയിൻ ചെയ്തിരിക്കുന്നത് നമുക്കറിയാം. നമുക്ക് ഇങ്ങനൊരു സാമ്പിൾ കൊണ്ടുപോയി ബയോളജി ലാബിൽ കൊണ്ടുപോയി അതിന് മൈക്രോബ്സിന്റെ പ്രസൻസ് ഡിറ്റക്ട് ചെയ്യണം. എന്നിട്ട് മൈക്രോസ്കോപ്പിൽ നോക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് സാമ്പിൾ കൊണ്ടുപോകണം? അതായത് ഹൗസ് ഹോൾഡിൽ കാണുന്ന, അതായത് ഹൗസ് ഹോൾഡ് എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ വീട്ടിലും കാണുന്ന ഹൗസ് ഹോൾഡ് പ്രോഡക്ട്സിന് ഇമ്പോർട്ടന്റ് ആയിട്ടില്ല ഏതൊരു സാമ്പിൾ കൊണ്ടുപോയാലും നമുക്ക് കാണാം. ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോ കേർഡ് കൊണ്ടുപോവാണെങ്കിൽ നമുക്ക് കേർഡിൽ നമുക്ക് എന്തുണ്ടെന്ന് അറിയാം. കേർഡ് കണ്ടെയ്ൻസ് ന്യൂമറസ് ലാക്ടിക് ആസിഡ് ബാക്ടീരിയ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ലാക്ടോബാസിസിനെ കാണാൻ പറ്റും. അപ്പോൾ അത് വേണമെങ്കിൽ കൊണ്ടുപോകും. അല്ലെങ്കിൽ ഏതെങ്കിലും സോയിൽ സാമ്പിളോ വാട്ടർ സാമ്പിളോ കൊണ്ടുപോയി നോക്കിയാലും ഏതെങ്കിലും നമുക്കറിയാം ഈ സോയിൽ സാമ്പിളും വാട്ടർ സാമ്പിളും ഒക്കെ എന്താണ്, ദേ ആർ നാച്ചുറൽ ഹാബിറ്റാറ്റ് മൈക്രോ ഓർഗാനിസംസിന്റെ. അപ്പോൾ അങ്ങനെ ഡയറക്ട്ലി ഒബ്സർവ് ചെയ്യാനും പറ്റും. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഗിവ് എക്സാമ്പിൾസ് ടു പ്രൂവ് ദാറ്റ് മൈക്രോബ്സ് റിലീസ് ഗ്യാസസ് ഡ്യൂറിങ് മെറ്റബോളിസം. മെറ്റബോളിസം സമയത്ത് റിലീസ് ചെയ്യുന്ന ഗ്യാസിന്റെ എക്സാമ്പിൾ നമുക്ക് എങ്ങനെ കാണാൻ പറ്റും? നമ്മൾ പഠിച്ചു ഓൾറെഡി. ടു മേക്ക് ഇഡ്ലി ആൻഡ് ദോശ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഡോ യൂസ് ചെയ്യുമ്പോൾ അതിനൊരു പഫ്ഡ് അപ്പ് അപ്പിയറൻസ് ഉണ്ടാവും ഡ്യൂ ടു പ്രൊഡക്ഷൻ ഓഫ് ഏത് കാർബൺ ഡൈ ഓക്സൈഡ്. ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഏതിലാണ് ഉണ്ടാവുന്നത്? ഡ്യൂ ടു ഫെർമെന്റേഷൻ ബൈ ബാക്ടീരിയ. അത് ഒരു എക്സാമ്പിൾ. ഇനി സെക്കൻഡ് എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഡൈജഷൻ ഓഫ് സ്ലഡ്ജിന്റെ സമയത്ത് സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റിൽ നമുക്കറിയാം അനേറോബിക് ബാക്ടീരിയ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബയോഗ്യാസ്. ഇത്രയും സാധനങ്ങൾ കണ്ടിരുന്ന പ്രിഡോമിനന്റ്ലി മീഥെയിൻ ആണെങ്കിലും ബാക്കിയുള്ള സാധനങ്ങളുടെ കൂടി കമ്പോണന്റ് ആയിട്ട് വരുന്ന ബയോഗ്യാസ് പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. ഇനി വേറെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്വിസ് ചീസ്, അവർക്ക് എന്തുണ്ട്? ക്യാരക്ടറിസ്റ്റിക്സ് ലാർജ് ഹോൾസ് ഉണ്ട് ആൻഡ് അലോങ് വിത്ത് ക്യാരക്ടറിസ്റ്റിക് ഫ്ലേവർ. ഇതെന്തുകൊണ്ടാണ്? ഡ്യൂ ടു ദി amount of CO2 released. സ്വിസ് ചീസിന്റെ പ്രൊഡക്റ്റിന് CO2 റിലീസ് ചെയ്യുന്നു ആൻഡ് ഇത് എന്ത് ഇമ്പാർട്ട് ചെയ്യുന്നു? ക്യാരക്ടറിസ്റ്റിക് ഫ്ലേവർ ആൻഡ് ലാർജ് ഹോൾസ്. ആൻഡ് ഇതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബാക്ടീരിയം ഏതാണ് പഠിച്ചത്? ബാക്ടീരിയം റോപ്പിയോണി, ബാക്ടീരിയം ഷർമാനി. ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി ഇൻ വിച്ച് ഫുഡ് വുഡ് യു ഫൈൻഡ് ലാക്ടിക് ആസിഡ് ബാക്ടീരിയ? മെൻഷൻ സം ഓഫ് ദെയർ യൂസ്ഫുൾ ആപ്ലിക്കേഷൻസ്. നമുക്കറിയാം ലാക്ടിക് ആസിഡ് ബാക്ടീരിയ എന്ത് ചെയ്യുന്നു? ലാക്ടിക് ആസിഡ് ബാക്ടീരിയ ലാക്ടോസിനെ എന്ത് ചെയ്തു? ലാക്ടിക് ആസിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്തു. ആൻഡ് എന്തായി? ഇൻക്രീസ്ഡ് ന്യൂട്രിഷണൽ ക്വാളിറ്റി. എങ്ങനെ? ഇൻക്രീസ്ഡ് വൈറ്റമിൻ B12. They also check disease causing microbes. അങ്ങനത്തെ യൂസും ഉണ്ട്. നമുക്കറിയാം ലാക്ടിക് ആസിഡ് ബാക്ടീരിയ ഏത് ഫുഡിലാണ് കാണാൻ പറ്റുക? ഇത് കേർഡിലാണ് നമുക്ക് കാണാൻ പറ്റുക. ആൻഡ് ദർ യൂസ്ഫുൾ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്? ദേ പ്രൊമോട്ട് ഫോർമേഷൻ ഓഫ് മിൽക്ക് ഇൻ ടു കേർഡ്. ആൻഡ് ഈ ബാക്ടീരിയ മൾട്ടിപ്ലൈ ചെയ്ത് അവര് മിൽക്കിനെ കേർഡ് ആക്കുന്നു. ഇൻക്രീസ് ദ കണ്ടന്റ് ഓഫ് വൈറ്റമിൻ B12 ആൻഡ് ഓൾസോ ഫൗണ്ട് ഇൻ our stomach where it keeps a check on the disease causing microorganisms. Any next question, name some traditional Indian foods made of wheat, rice and Bengal gram or their products which involve use of microbes. ചോദിക്കുന്നത് example of dishes which can be prepared in a fermentation process using microbes. എന്തൊക്കെയാണ്? which are made up of wheat അല്ലെങ്കിൽ rice അല്ലെങ്കിൽ ബംഗാൾ ഗ്രാം. നമുക്കറിയാം വീറ്റിൽ നിന്നാണ് എന്തുണ്ടാവുന്നത്? വീറ്റ് ബ്രെഡ് ഉണ്ടാക്കാം. ഏതിന്? ഫെർമെന്റഡ് പ്രിപ്പറേഷൻ ഓഫ് വീറ്റിന് ഫ്രം വീറ്റ് ബൈ സാക്രോമൈസസ് സർവീസിയെ ഉണ്ടാക്കുന്ന സാധനം ബ്രെഡ്. ഇനി നമുക്കറിയാം നെക്സ്റ്റ് എക്സാമ്പിൾ ദോശ, ഉപ്മ, ഇഡ്ലി ഇവരൊക്കെ റൈസിൽ നിന്നോ ബ്ലാക്ക് ഗ്രാമിൽ നിന്നോ
നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അവരെങ്ങനെ കുറച്ച് മണിക്കൂറിലേക്ക് ഒരു 3 തൊട്ട് 12 മണിക്കൂറിനുള്ളിൽ എപ്പോഴെങ്കിലേക്കും ഫെർമെന്റേഷൻ അണ്ടർഗോ ചെയ്യാൻ പറ്റും. ആൻഡ് ഇതാരാണ് ചെയ്യുന്നത്? ലൂക്കോ നോസ്റ്റോക്ക് ആൻഡ് സ്ട്രെപ്റ്റോകോക്കസ്. ഇവരെന്ത് ചെയ്തു? ദോശ, ഉപ്മ, ഇഡ്ലി പോലുള്ള ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കാനും ഹെൽപ്പ് ചെയ്തു. അപ്പൊ വായിക്കുകയാണെങ്കിൽ ഇൻ മേക്കിംഗ് ഓഫ് ദോശ ആൻഡ് ഇഡ്ലി റൈസ് പൗഡർ ഫെർമെന്റേഷൻ നടത്തി ഉപയോഗിക്കാം. അല്ലെങ്കിൽ ടു മേക്ക് ബ്രെഡ് ഫ്രം വീറ്റ് നമുക്ക് ഈസ്റ്റ് ആയ സാക്രോമൈസസ് സർവീസിനെ യൂസ് ചെയ്യാം. ബ്ലാക്ക് ഗ്രാമിൽ ഉണ്ടാക്കുന്ന ഗുട്ട അതിന് നമുക്ക് എന്തിനു ഉപയോഗിക്കാം? ബാക്ടീരിയനെ യൂസ് ചെയ്ത് ഉണ്ടാക്കാം. ആൻഡ് മൈക്രോബ്സിന്റെ വേറെ യൂസസ് ഇൻസൈഡിൽ തന്നെ കൊടുത്താണ് ടു ഫെർമെന്റ് ഫിഷ്, സോയാബീൻ ആൻഡ് ബാംബൂ ഷൂട്ട്സ് വേറെ വേറെ രീതിയിലുള്ള ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കാം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് വേ ഹാവ് മൈക്രോബ്സ് പ്ലേഡ് എ മേജർ റോൾ ഇൻ കൺട്രോളിംഗ് ഡിസീസ് കോസ്ഡ് ബൈ ഹാർംഫുൾ ബാക്ടീരിയ? ബാക്ടീരിയ കോസ് ചെയ്യുന്ന ഡിസീസിൽ നിന്ന് എങ്ങനെയാണ് മൈക്രോബ്സ് ഇമ്പോർട്ടന്റ് റോൾ പ്ലേ ചെയ്ത് ഡിക്രീസ് ചെയ്യാൻ അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്തത്? നമുക്കറിയാം അതിന്റെ കീവേഡ് ആൻസറിൽ പ്രതീക്ഷിക്കുന്നത് എന്താണ്? ആന്റിബയോട്ടിക്സ്. ഇനി ആന്റിബയോട്ടിക്സും ഉണ്ടാക്കാൻ പറ്റി, വാക്സിൻസും ഉണ്ടാക്കാൻ പറ്റി. ഏതിൽ? വേരിയസ് ഓർഗാനിസംസ്. ആന്റിബയോട്ടിക്സിന് എക്സാമ്പിൾ ചോദിക്കുകയാണെങ്കിൽ പെനിസിലിൻ ഫസ്റ്റ് ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ ടെട്രാസൈക്ലിൻ, പെനിസിലിൻ, ടെട്രാസൈക്ലിൻ, എറിത്രോമൈസിൻ, അങ്ങനെ കുറെ എക്സാമ്പിൾസ് പറഞ്ഞിരുന്നു. ആൻഡ് വാക്സിൻസ് ഫോർ ഹെർപീസ്, TB അങ്ങനത്തെ മാരക രോഗത്തിന്, ഡിഫ്തീരിയ, പെർട്ടൂസിസ്, ടെറ്റനസ് ഇങ്ങനത്തെ വാക്സിൻസ് ഉണ്ടാക്കാനും. അപ്പൊ കീവേഡ്സ് എന്തായി? ആന്റിബയോട്ടിക്സും വാക്സിൻസും. ഇനി ഇലാബറേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ മൈക്രോബ്സിനെ നമ്മൾ മെഡിസിൻസ് ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്തു, അതായത് ആന്റിബയോട്ടിക്സ് ഉണ്ടാക്കാൻ യൂസ് ചെയ്തു. അവര് they either kill or stop the growth of disease causing microorganisms. അത് മേജർലി ഒബ്റ്റെയിൻ ചെയ്യുന്നത് മോസ്റ്റ്ലി ബാക്ടീരിയ അല്ലെങ്കിൽ ഫംഗസിൽ നിന്ന്. ഇനി ആന്റിബയോട്ടിക്സ് ടു ട്രീറ്റ് ഡെഡ്ലി ഡിസീസസ് ലൈക്ക് പ്ലേഗ്, വൂപ്പിംഗ് കോഫ്, ലെപ്രസി അങ്ങനത്തെ കുറെ എക്സാമ്പിൾസും ഇൻഫെക്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് മനസ്സിലാക്കില്. ആൻഡ് നെക്സ്റ്റ് എക്സാമ്പിൾ പെനിസിലിയം നോട്ടേറ്റമിൽ നിന്ന് നമ്മൾ എന്തുണ്ടാക്കി? പെനിസിലിൻ ഉണ്ടാക്കി. സ്റ്റെഫൈഡോകോക്കൈ ബാക്ടീരിയന്റെ ഗ്രോത്തിനെ കൺട്രോൾ ചെയ്യും. അവര് വർക്ക് ചെയ്യുന്ന മോഡ് ഓഫ് ആക്ഷൻ എങ്ങനെയാണ്? വീക്കൻ സെൽ വാൾ കൂടി വീക്കൻ ചെയ്ത് സെൽ ലൈസിസ് കോസ് ചെയ്യുന്നു. ആൻഡ് ഹെൻസ് ദേ ഡിസ്ട്രോയ് സെൽസ്, അതായത് ബാക്ടീരിയനെയും ബാക്കിയുള്ള സെൽസിനെയും ഡിസ്ട്രോയ് ചെയ്യാൻ ആന്റിബയോട്ടിക്സ് ഹെൽപ്പ് ചെയ്യും. അപ്പൊ അതിന്റെ ആൻസേഴ്സ് എന്തൊക്കെയായി? നമ്മൾ 5 പോയിന്റ് പഠിച്ചു. ആൻഡ് മോസ്റ്റ്ലി ആന്റിബയോട്ടിക്സും വാക്സിൻസും. ഒന്നും എഴുതാൻ പറ്റില്ലെങ്കിൽ മിനിമം ഇതെങ്കിലും എഴുതി വെക്കാം. Next question. Name any 2 species of fungus which are used in production of antibiotics. Antibiotics ഉപയോഗിക്കുന്ന ഏതെങ്കിലും സ്പീഷീസ് ഓഫ് ഫംഗസ് ചോദിച്ചാൽ പെനിസിലിയം നോട്ടേറ്റം, സ്ട്രെപ്റ്റോമൈസിസ്. പെനിസിലിയം, ക്രൈസോജീനം ഇതും കൂടി, ആൻഡ് സെഫാലോസ്പോറിയം എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പും കൂടി ഉണ്ട്. സെഫാലോസ്പോറിൻസ് ഉണ്ടാക്കാൻ. ഇതിലേതെങ്കിലും ഈ 4 ഏതെങ്കിലും എഴുതിയാൽ മാർക്ക് കിട്ടും. ഇനി വാട്ട് ഇസ് സീവേജ്? ഇൻ വിച്ച് വേ ക്യാൻ സീവേജ് ബി ഹാർംഫുൾ ടു അസ്? നമുക്കറിയാം സീവേജ് എന്താണ്? ഇറ്റ് ഇസ് ദ മുനിസിപ്പൽ വേസ്റ്റ് മാറ്റർ അല്ലെങ്കിൽ വേസ്റ്റ് വാട്ടർ റിലീസ്ഡ് ഫ്രം ഹൗസ് ഹോൾഡിനും ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസിനും റിലീസ് ആവുന്ന വേസ്റ്റ് വാട്ടറിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്? സീവേജ് എന്ന് വിളിച്ചത്. ദാറ്റ് ഇസ് ക്യാരിഡ് അവേ ഇൻ സ്യൂവേഴ്സ് അല്ലെങ്കിൽ ഡ്രെയിൻസ്. അതില് ലിക്വിഡ് ആയിട്ടുള്ളയും സോളിഡ് ആയിട്ടുള്ളയും വേസ്റ്റ് ഉണ്ടാവാം. ദേ ആർ റിച്ച് ഇൻ ഓർഗാനിക് മാറ്റർ ആൻഡ് മൈക്രോബ്സ്. ഇതിൽ തന്നെ പാത്തജനിക് ആയിട്ടുള്ള മൈക്രോബ്സും ഉണ്ടാവാം. ആൻഡ് അവരെന്തുണ്ടാക്കും? വാട്ടർ ബോൺ ഡിസീസ് കോസ് ചെയ്യും. അങ്ങനെ അവര് ഡ്രിങ്കിങ് വാട്ടറിലെ പൊല്യൂഷനും കോസ് ചെയ്യാം. ആൻഡ് ഇതുകൊണ്ടാണ് എന്ത് പറയുന്നത്? സീവേജ് വാട്ടർ ക്യാൻ ബി ഹാർംഫുൾ ടു അസ്. അതുകൊണ്ട് തന്നെ അവര് ട്രീറ്റ് ചെയ്ത് നമ്മൾ ഡിസ്പോസ് ചെയ്യേണ്ടതുണ്ട്. ഇനി വാട്ട് ഇസ് ദ കീ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൈമറി ആൻഡ് സെക്കൻഡറി സീവേജ് ട്രീറ്റ്മെന്റ്?
നമുക്കറിയാം പ്രൈമറി ട്രീറ്റ്മെന്റ് മേജർ ആയിട്ടും എന്താണ്, അതൊരു ഫിസിക്കൽ പ്രോസസ് ആണ്, അതായത് ഫിസിക്കൽ റിമൂവൽ ഓഫ് ലാർജ് ആൻഡ് സ്മോൾ പാർട്ടിക്കിൾസ്. അതിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു? സീക്വൻഷ്യൽ ഫിൽട്രേഷൻ ആൻഡ് സെഡിമെന്റേഷൻ. സീക്വൻഷ്യൽ ഫിൽട്രേഷൻ എന്തിനാണ്? ഫ്ലോട്ടിംഗ് ഡെബ്രിക്ക് വേണ്ടിയിട്ടുള്ളത്. ആൻഡ് സെഡിമെന്റേഷൻ എന്തിനാണ്? ചെറിയ ഗ്രിറ്റും പെബിൾസും സോയിൽ പാർട്ടിക്കിൾസ് ഒക്കെ വേണ്ടിയിട്ട്. ഇനി സെക്കൻഡ് ട്രീറ്റ്മെന്റ് എന്താണ്? ലാർജ് എയറേഷൻ ടാങ്ക്സ് ഉപയോഗിച്ച് നമ്മൾ എന്തിനെ ഉണ്ടാക്കുന്നു? ഫ്ലോക്സിനെ ഉണ്ടാക്കുന്നു. ആൻഡ് ബയോളജിക്കൽ ഡയറക്ഷനാണ് അവിടെ നടക്കുന്നത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് മൈക്രോബ്സ്. ആൻഡ് വേറൊരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ പ്രൈമറി ട്രീറ്റ്മെന്റ് കമ്പാരിറ്റീവ്ലി ഇൻഎക്സ്പെൻസീവ് ആണ്, ലെസ് കോംപ്ലിക്കേറ്റഡ് ആണ്. പക്ഷേ സെക്കൻഡറി ട്രീറ്റ്മെന്റ് കുറച്ച് എക്സ്പെൻസീവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോസസ്സും കൂടിയാണ്. ഇനി ഡു യു തിങ്ക് മൈക്രോബ്സ് കൻ ഓൾസോ ബി യൂസ്ഡ് ആസ് എ സോഴ്സ് ഓഫ് എനർജി? ഇഫ് യെസ്, ഹൗ? ഒരു ഹോൾ പാരഗ്രാഫ്, ഒരു ഹോൾ പേജ് NCERT എന്തിനാണ് ഈ സോഴ്സ് ഓഫ് എനർജി ആയിട്ട് നമുക്ക് ബയോഗ്യാസ് ആയിട്ട് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതാണ്. അതില് സജസ്റ്റ് മെത്തനോബാക്ടീരിയം which comes under methanogens, which is also found in rumen of cattle. It is used for the generation of gobar gas and biogas. അതൊരു അനേറോബിക് പ്രോസസ് ആണ്. ബയോഗ്യാസ് പ്ലാന്റിലാണ്. ബയോഗ്യാസ് പ്ലാന്റിന്റെ കുറച്ച് ഡീറ്റെയിൽസ് കോൺക്രീറ്റ് ടാങ്ക് കൊണ്ട് ഉണ്ടാക്കിയതാണ്. സഫീഷ്യന്റ് ഔട്ട്ലെറ്റ്സും ഇൻലെറ്റ്സും ഉണ്ട്. ആൻഡ് ഇതിനെന്ത് സംഭവിച്ചു? നമ്മൾ ഡങ്ക് സോഴ്സ് ആയിട്ട് ഇട്ട് കൊടുത്തു. ആൻഡ് ദേ ആർ മിക്സ്ഡ് വിത്ത് വാട്ടർ ആൻഡ് അവർ സ്ലറി ഫോം ചെയ്യുന്നു. ആൻഡ് നമുക്ക് ഗ്യാസ് പ്രൊഡക്ഷൻ അനുസരിച്ച് നമ്മുടെ ഫ്ലോട്ടേഴ്സ് മേലോട്ട് റൈസ് ചെയ്തുകൊണ്ടിരിക്കും. ഡൈജസ്റ്ററിൽ ഈ ഡങ്കിന്റെ പ്രസൻസിൽ എന്തുകൊണ്ട് റിച്ച് ആവും? നമ്മുടെ അനേറോബിക് മീഥേൻ പ്രൊഡ്യൂസിങ് ബാക്ടീരിയ കൊണ്ട് റിച്ച് ആയി അവര് പ്രൊഡ്യൂസ് ചെയ്യും ബയോഗ്യാസ് ഫ്രം ദി സ്ലറി. ആൻഡ് ഇത് പൈപ്പ് വഴി വീടുകളിലേക്ക് എത്തിക്കും. ആൻഡ് ഈ സ്പെൻഡ് സ്ലറി നമുക്ക് ഫെർട്ടിലൈസേഴ്സ് ആയിട്ട് സോയിലിനും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. സ്പെൻഡ് സ്ലറി റിമൂവ് ചെയ്തു ഔട്ട്ലെറ്റിന് ആൻഡ് ഇസ് യൂസ്ഡ് ആസ് ഫെർട്ടിലൈസേഴ്സ്. Next question. Microbes can be used to decrease the use of chemical fertilizers and pesticides. Explain how this can be accomplished. ഇതാണ് നമ്മുടെ ലാസ്റ്റ് ടോപ്പിക്കിൽ നമ്മൾ പഠിച്ചത്. എന്ത്? നമുക്ക് ബയോ ഫെർട്ടിലൈസേഴ്സ് ആയിട്ട് മൈക്രോബ്സിനെ യൂട്ടിലൈസ് ചെയ്യാം. അവരെന്ത് ചെയ്തു? അവരുടെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ they enrich the nutrient quality of the soil. ആൻഡ് ഇതിലത്തെ മെയിൻ സോഴ്സസ് ആയിട്ട് നമ്മൾ ഏതൊക്കെ മൈക്രോബ്സിനെ യൂസ് ചെയ്തു? ബാക്ടീരിയ, ഫംഗൈ, സൈനോബാക്ടീരിയ. They help in increasing the fertility of the soil in many ways. അതിന്റെ എക്സാമ്പിൾസ് എന്തൊക്കെ പഠിച്ചു? റൈസോബിയം, അവര് ലെഗ്യുമിനസ് പ്ലാന്റ്സിന്റെ റൂട്ട്സിൽ നോഡ്യൂൾ ഫോർമേഷൻ നടത്തി ഫിക്സ് ചെയ്യും എന്ത്? അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ. അങ്ങനെ പ്ലാന്റിന്റെ ന്യൂട്രീഷണൽ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തു. ഇനി നെക്സ്റ്റ് എക്സാമ്പിൾ ഏസോസ്പൈറലും അസോട്ടോബാക്ടർ. അവരെന്ത് ചെയ്തു? ഫ്രീ ലിവിംഗ് ആണ്. ആൻഡ് സിംബയോട്ടിക് അസോസിയേഷൻ ഇല്ലാണ്ട് തന്നെ അവർ എൻട്രി ചെയ്തു നൈട്രജൻ കണ്ടന്റ്. ഇനി ജീനസ് ഗ്ലോമസില് മിനി ഫംഗൈ, അവര് മൈക്രോറൈസർ ഫോം ചെയ്ത് അവര് ഫോസ്ഫറസ് അബ്സോർബ് ചെയ്തു, എന്നിട്ട് പ്ലാന്റിന് കൊടുത്തു. ആൻഡ് ഈ പ്ലാന്റിന് എന്ത് ഡെവലപ്പായി? റെസിസ്റ്റൻസ് ടു റൂട്ട് ബോൺ പാത്തജൻസും ടോളറൻസും ഡെവലപ്പായി. റെസിസ്റ്റൻസ് ആൻഡ് ടോളറൻസ് ഡെവലപ്പ് ചെയ്തു. ആൻഡ് ഫൈനലി ഓവറോൾ ഇൻക്രീസ് ഇൻ പ്ലാന്റ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. പിന്നെ പഠിച്ചെന്താ? സൈനോബാക്ടീരിയ. സൈനോബാക്ടീരിയ എന്ത് ചെയ്തു? അവര് എക്സാമ്പിൾ ഫസ്റ്റ് നോട്ട് ചെയ്യുക ആനബിന നോസ്റ്റോഫോസിലേറ്റോറിയ. അവരും ഇതേപോലെ നൈട്രജൻ, അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ ഫിക്സ് ചെയ്തു. ആൻഡ് ദേ ആഡ് ഓർഗാനിക് മാറ്റർ ടു ദി സോയിൽ ആൻഡ് ഇൻക്രീസ് ഇറ്റ്സ് ഫെർട്ടിലിറ്റി. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാല് 3 water samples, namely river water, untreated sewage water and secondary effluent discharged from a sewage treatment plant were subjected to ഒരു BOD test. BOD ടെസ്റ്റിലേക്ക് നമ്മൾ എന്തൊക്കെ എടുത്തു? ഒന്നില് റിവർ വാട്ടർ, ഒന്നില് അൺട്രീറ്റഡ് സീവേജ് വാട്ടർ, മറ്റൊന്നില് സെക്കൻഡറി എഫ്ലുവന്റ്. എന്നിട്ട് ഇവരുടെ BOD ടെസ്റ്റ് ചെയ്തു. ആൻഡ് അവര് എന്ത് ലേബിൾ ചെയ്തു? A, B and C. ആൻഡ് നമുക്കറിയില്ല A ഏതാണ്, B ഏതാണ്, C ഏതാണെന്ന് അറിയില്ല. ആൻഡ് BOD വാല്യൂസ് നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി Aന്റെ 20 mg per liter, Bന്റെ 8 mg per liter, Cന്റെ 400 mg per liter. ഇനി നമ്മളോട് ചോദിക്കാണ് മോസ്റ്റ് പൊല്യൂട്ടഡ് ഏതാണ്? ആൻഡ് നമ്മൾ ലേബൽ ചെയ്യണം. നമുക്കറിയില്ല ഈ എയും ബിയും സിയും മാച്ച് ദി ഫോളോയിങ് പോലെയാണ്. എ ഏതാ, ബി ഏതാ, സി ഏതാ, ജസ്റ്റ് അതിന്റെ നമ്പർ മാത്രം തന്നിട്ടുണ്ട്. 20,
8 400 എന്ന് വന്നിട്ട് നമ്മൾ അതിനെ മാച്ച് ചെയ്യണം. എങ്ങനെ മാച്ച് ചെയ്യും? നമുക്കറിയാം എന്ത്, ഈ മൂന്നെണ്ണത്തില് ഏറ്റവും കൂടുതൽ മോസ്റ്റ് പൊല്യൂട്ടഡ്, നമുക്കറിയാം മോസ്റ്റ് പൊല്യൂട്ടഡ് പൊല്യൂട്ടിംഗ് പൊട്ടൻഷ്യൽ കൂടുതലാണെങ്കിൽ എന്താവും? BODയും കൂടുതലാവും. അപ്പൊ ഏറ്റവും കൂടുതൽ BOD ആർക്കാണ്? 400 > 20 > 8. അപ്പോ ഇതിൽ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പൊല്യൂട്ടിംഗ് പൊട്ടൻഷ്യൽ എങ്ങനെയായിരിക്കണം? നമുക്കറിയാം ഈ മൂന്നെണ്ണത്തില് അൺട്രീറ്റഡ് വാട്ടറിനാണ് ഏറ്റവും കൂടുതൽ പൊല്യൂട്ടിംഗ്, PP എന്ന് എഴുതാം, പൊല്യൂട്ടിംഗ് പൊട്ടൻഷ്യൽ. അൺട്രീറ്റഡ് വാട്ടറിനാണ് ഏറ്റവും കൂടുതൽ. അത് കഴിഞ്ഞ് എന്തിനായിരിക്കും? സെക്കൻഡറി എഫ്ലുവന്റിനായിരിക്കും കുറച്ചും കൂടി കുറവ്. ആൻഡ് ലീസ്റ്റ് പൊല്യൂഷൻ ഏതിലായിരിക്കും? റിവർ വാട്ടർ. അങ്ങനെ നോക്കുകയാണെങ്കിൽ അൺട്രീറ്റഡ് ഏതായിരിക്കും? 400, സെക്കൻഡറി എഫ്ലുവന്റ് 20, 8 റിവർ വാട്ടറും ആയിരിക്കും. അപ്പൊ എന്തിട്ടി? സാമ്പിൾ എ അതായത് 20, അതായത് മിഡിലുള്ള സെക്കൻഡറി എഫ്ലുവന്റ് ആയിരിക്കും. ആൻഡ് ഏറ്റവും കൂടുതൽ ആർക്കായിരിക്കും പൊല്യൂട്ടിംഗ് പൊട്ടൻഷ്യൽ കൂടുതലായ? അൺട്രീറ്റഡ് സീവേജ് വാട്ടർ. ആൻഡ് ഏറ്റവും കുറവ് അതായത് റിവർ വാട്ടർ ഏറ്റവും കുറവ് പൊല്യൂട്ടിംഗ് പൊട്ടൻഷ്യൽ ആയിരിക്കും. ഇതിന്റെ പ്രിൻസിപ്പിൾ എന്താണ്? BOD is the direct measure of organic matter. അതായത് ഹയർ ദി BOD, ഹയർ ദി പൊല്യൂട്ടിംഗ് പൊട്ടൻഷ്യൽ. ഇനി 12th question. Find out the name of microbes from which cyclosporin A and statins are obtained. നമുക്കറിയാം cyclosporin A ഏതിൽ നിന്നാണ്? From the fungus Trichoderma polysporum. And statins ഏതിൽ നിന്നാണ്? From yeast ആയ Monascus purpureus. ഇതാണ് 12th ക്വസ്റ്റ്യന്റെ purpureus 12th ക്വസ്റ്റ്യന്റെ ആൻസർ. ഇനി 13th question. Find out the role of microbes in the following and discuss it with your teacher. First question. Single cell protein എന്താണ്? നമുക്കറിയാം ഏതെങ്കിലും സെല്ല് ഏതിന്റെ? ബാക്ടീരിയന്റെയോ ഈസ്റ്റിന്റെയോ ആൽഗിന്റെയോ വിച്ച് ഇസ് റിച്ച് ഇൻ പ്രോട്ടീൻ, അതിനെയാണ് നമ്മൾ എന്ത് വിളിച്ചു? സിംഗിൾ സെൽ പ്രോട്ടീൻ. refers to harmless microbial cells that can be used as an alternate source of protein. അതിനെ നമ്മൾ എന്ത് വിളിച്ചു? സിംഗിൾ സെൽ പ്രോട്ടീൻ. അതിനെ എങ്ങനെയാക്കാം? നമുക്ക് കഴിക്കാം. കഴിച്ചിട്ട് എന്താണ്? ഇൻക്രീസ്ഡ് പ്രോട്ടീൻ സോഴ്സ് ആയതുകൊണ്ട് നമുക്ക് ഇൻജക്ഷൻ ചെയ്ത് നമുക്ക് പ്രോട്ടീൻ ഈൽഡ് കൂട്ടാം. ഇനി ഇതേ സാധനങ്ങളെ തന്നെ നമുക്ക് പലതരം പ്രോസസ്സിംഗ് നടത്തി ഈ മൈക്രോബ്സിനെ നമുക്ക് സോഴ്സ് ആയിട്ട് ഉപയോഗിക്കാം ഫോർ വേരിയസ് റീസൺസ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റോൾ ഓഫ് മൈക്രോബ്സ് ഏതിന്? സോയിൽ. നമ്മൾ ഓൾറെഡി പഠിച്ചു സോയിൽ ഫെർട്ടിലിറ്റി എങ്ങനെയാണ് ന്യൂട്രിയന്റ് റിച്ച് ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത്. അതായത് കുറെ ബാക്ടീരിയ ആൻഡ് സൈനോ ബാക്ടീരിയ ഓൾറെഡി പറഞ്ഞു നമ്മൾ. റൈസോബിയം എക്സാമ്പിൾ എടുത്ത് ഏസോസ്പൈറിലം അല്ലെങ്കിൽ കുറെ ഫംഗൈ ഇതൊക്കെ എന്ത് ചെയ്യും? നൈട്രജൻ ഫിക്സ് ചെയ്ത് സോയിലില് ഫെർട്ടിലിറ്റി കൂട്ടാൻ ഹെൽപ്പ് ചെയ്തു. ഇനി ഡിക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യണം ഫോർ വെൽഫെയർ ഓഫ് ഹ്യൂമൻ സൊസൈറ്റിയിൽ നമ്മൾ അറേഞ്ച് ചെയ്യാൻ ഓപ്ഷൻസ് എന്താ? ബയോഗ്യാസ്, സിട്രിക് ആസിഡ്, പെനിസിലിൻ ആൻഡ് കേർഡ്. ഇതിന് നമുക്കറിയാം ആന്റിബയോട്ടിക് ആണ് മേജർ ആയിട്ട് യൂട്ടിലൈസ് ചെയ്യും. ഇതെന്താണ്? സോഴ്സ് ഓഫ് എനർജി ആണ്. ആൻഡ് കേർഡ് എന്താണ്? ന്യൂട്രീഷണൽ ക്വാളിറ്റി ഉള്ള സാധനമാണ്. ഫൈനലി നമുക്ക് ഏറ്റവും ലാസ്റ്റ് ഏത് വരുന്നു? വെൽഫെയർ ഓഫ് ഹ്യൂമൻ സൊസൈറ്റിയിൽ ഏറ്റവും ലീസ്റ്റിന് ഇതിൽ സിട്രിക് ആസിഡും വന്നു. ഇത് അതിന്റെ എക്സ്പ്ലനേഷൻ. ഇതെന്താണ്? ജസ്റ്റ് ഒരു പ്രിസർവേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഏറ്റവും ലാസ്റ്റ്. കേർഡ് നല്ല ന്യൂട്രിയന്റ് വാല്യൂ ഉള്ളതാണ്. ബയോഗ്യാസ് ഇങ്ങനെ നോൺ പൊല്യൂട്ടിംഗ് ഫ്യൂവൽ ആയിട്ട് യൂസ് ചെയ്യാം. പെനിസിലിൻ ആന്റിബയോട്ടിക് ആയിട്ട് യൂസ് ചെയ്യാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഹൗ ഡു ബയോ ഫെർട്ടിലൈസേഴ്സ് എൻറിച്ച് ദ ഫെർട്ടിലിറ്റി ഓഫ് സോയിൽ? ഹോൾ NCERT-ന്റെ 1.5 പേജ് ഇതിനെ ബേസ് ചെയ്തിട്ടാണ്. ഇത് ഓൾറെഡി ഞാൻ ഡിസ്കസ് ചെയ്താണ്. ജസ്റ്റ് ഒന്ന് ഈ സ്ക്രീൻ ഒന്ന് ജസ്റ്റ് വായിച്ച് മനസ്സിലായിക്കോളാം. അതോടെ ചാപ്റ്റർ സെൻഡ്. താങ്ക് യു.